أجمعين. فما لكم في المنافقين فئتين والله أركسهم بما كسبوا أتريدون أن تهدوا من أضل الله ومن يضلل الله فلن تجد له سبيلا. മുനാഫിഖീങ്ങളുടെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ രണ്ടു പക്ഷമാകുന്നത് എന്നുവെച്ചാല് നമ്മളിക്കാലത്തുണ്ടാവും ചില ബിജാറ്റാറെ പറ്റിയിട്ട് എന്ത് പറയണമെന്ന് ഒരായത്തോ ഹദീസെല്ലാം ഓതുണ്ടിപ്പ കിതാബിൽ ഇബാറത്തെല്ലാം വായിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താക്കണം, ഇങ്ങോട്ട് കൂട്ടണം. അപ്പൊ ഒരു കൂട്ടർ ഓരോ ദീനിന്റെ നറൂരിയാകാരെല്ലാം തള്ളിപ്പറയുന്നല്ലോ, അപ്പൊ അപ്പുറം കൂട്ടണം. അപ്പൊ എന്താക്കൂല, ഒന്ന് തീർത്ത് പറയുകയാണ് ഇങ്ങനെ പച്ചപ്പച്ച കളിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറവ് പറഞ്ഞാളെ ദീനില്ല. നിങ്ങൾ താങ്കൾ രണ്ടാലും വിചാരം മുറിച്ചു വരണമെന്നാണ്. ഈ അടയാട്ടം പറ്റില്ല. അത് അപമാനക്കും ഫിൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറ്റി? എന്താ രണ്ട് തരം. ഒരു കൂട്ടർ എന്താക്കുന്ന ഇവരെ ലാഹിറ നോക്കിയിട്ട് നമ്മളെ കൂട്ടത്തിൽ കൂട്ടണമെന്നാ പറയുന്നത്. കുറെ തട്ടിപ്പും പൊട്ടിപ്പും ഉള്ളിലിപ്പും കാണുമ്പോ എന്താന്ന് കൂട്ടാൻ പറ്റൂല. ഇങ്ങനെ എന്തിനാ രണ്ട് തരാക്കുന്ന ചോദ്യം? ഇന്നത്തെ ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അത് തന്നെയാണ്. സമാലക്കുമിന്റെ ഖിതാബ് ആരോടാ? അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ. അന്ന് ചോദിക്കും, മുഅ്മിനീങ്ങൾ എല്ലാവരും രണ്ട് തരക്കാരായിട്ടില്ല. അവരെ പുറത്ത് തന്നെയാണ് എന്ന് പല വിദ്യാർത്ഥികളുടെ ഹാവാലിയാക്കളെ റാഫിലിയാക്കളെ ഇങ്ങനെയുള്ള അവരുടെ വിശ്വാസം എടുത്തു നോക്കിയാൽ ഇസ്ലാമിന്റെ ഉസൂല് തന്നെ തള്ളി പറയുന്ന കൂട്ടരുണ്ട്. അപ്പൊ എല്ലാവരും രണ്ട് തരക്കാരല്ല. ഫമാലക്കും എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ എല്ലാവരും രണ്ടു കൂട്ടരായിട്ടില്ല. അതാണ് പറയുന്നത് വൽ മുറാദു ബഅദുഹും. ഈ ലക്കും എന്നുകൊണ്ടുള്ള മുറാദ് ചിലർ മാത്രമാണ്. എന്ത് ചിലര്? ഇവരെ പറ്റി ഫിൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങളുടെ വിഷയത്തിൽ എന്താ അയ്യു ഷൈഇൻ കായിനുൻ ലക്കും ഫീഹിം, മുനാഫിഖീങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? എന്താ പ്രശ്നം? ഐ ഫീ അംരിഹിം വശൈനിഹിം, അവർക്ക് കൊടുക്കേണ്ട ഹുക്കുമുണ്ടല്ലോ. മുസ്ലിം എന്നാണോ കൊടുക്കേണ്ടത്, ഗൈറു മുസ്ലിം എന്നാണോ കൊടുക്കേണ്ടത്? ഫിയത്തൈൻ ഐ ഫിർഖത്തൈൻ എന്ന് വെച്ചാലോ ഇവിടെ ചോദ്യ ഉത്തരല്ല. അങ്ങനെ രണ്ട് തരക്കാർ ആവരുത് എന്നാ പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ അറിയപ്പെട്ട ഫുറൂഇയ്യാത്തിൽ ഖിലാഫാണെങ്കിൽ ചിലപ്പോൾ മദ്ഹബിന്റെ ഖിലാഫായിരിക്കാം, അല്ലെങ്കിൽ ഇജ്തിഹാദിലുള്ള ഖിലാഫായിരിക്കാം. അതിപ്പം വല്ലാണ്ട് കുറ്റപ്പെടുത്തിക്കൂടാ. എന്നിട്ടോ മുജമഅൻ അലൈഹിയായ വിഷയങ്ങൾക്കാണെങ്കിൽ അയാൾ എന്താക്കും? വിദേഹത്തുകാരെന്ന് പറഞ്ഞിട്ട് വിടും. ഇസ്ലാമിന്റെ ഉസൂല് തന്നെ തൊട്ട് കളിക്കുന്ന അവസരത്തിൽ അവനൊക്കെ കാലേ പുറത്തു പോയിട്ടുണ്ട്. ഇസ്ലാമിൽ തന്നെ പുറത്തു പോകും. മുനാഫിഖീങ്ങളുടെ കാര്യത്തിൽ എന്താ മുഅ്മിനീങ്ങൾ ഇഖ്തിലാഫ് ആകല് പറ്റൂല എന്ന മുറാദ്. എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇന്നത് പറ്റിയെന്ന് ഉത്തരം പറയാനല്ല ഇവിടെ. അവർ കുഫർ കൊണ്ട് തീർത്ത് പറയൽ വാജിബാണ് എന്നതാണ്. ഈ അങ്ങനെയുണ്ടിപ്പ ഇങ്ങനെയുണ്ടിപ്പ അതൊന്നും പറഞ്ഞൊപ്പിക്കണ്ടില്ല. മുഴുവൻ ഹുക്കുമിലും ഇതെന്തെങ്കിലും സംഗതി അന്നനാസം മിനൽ മുനാഫിഖീന, മുനാഫിഖീങ്ങളിൽപ്പെട്ട ഒരു കൂട്ടർ ഇസ്തഗ്ദനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സമ്മതം തേടി ഫിൽ ഖുറൂജി ഇലൽ ബാദിയത്തി, ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകാൻ. എന്താ ഇവിടെ ഒഴിഞ്ഞ്? മദീന, മദീനയിൽ നിന്നിട്ട് കാലാവസ്ഥ കുറച്ച് ഈ ചില കാലാവസ്ഥയിലും ചിലതിലും ചില രോഗങ്ങൾ വരുന്നുണ്ടല്ലോ, പനിയും അതും ഇതല്ലോ. അതാണ് ആ കാരണത്താൽ. എന്നാ പിന്നെന്താ, നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കാം. ഫലമ്മ ഖറജു, അങ്ങനെ പോയതിനാണ് കാറ്റുള്ളതല്ല.
മക്കയിൽ മുശ്രിക്കീങ്ങൾക്കിലൊക്കെ പോയി. അപ്പൊ അവരുടെ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഇഖ്തിലാഫായി. ഫഖാല ബഅദുഹും ഹും കുഫാർ, ഇവരുള്ളിരിപ്പതാണല്ലോ കുഫാറാണ്. വഖാല ബഅദുഹും ഹും മുസ്ലിമൂൻ, അവർ മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന്. ഫഅൻസലല്ലാഹു തആല ആയ, എപ്പോഴാണ് അല്ലാഹു തആല ആയത്തിറക്കിയത്? അല്ലാഹു എന്താണോ തീരുമാനിച്ചത് നോക്കും. പണ്ട് ഖാദിയാനി മുസ്ലിമോ മുസ്ലിമല്ലേ തർക്കം വന്നിട്ട് എത്ര കാലം ഇട്ടിക്കൊണ്ടുപോയി. വല്ലാഹു അർകസഹും, എത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അർകസഹും എന്ന ആയത്ത് റദ്ദഹും ഇലൽ കുഫർ, കുഫറിലേക്ക് അവർ തള്ളിയിട്ടുണ്ട്. കുഫറിന്റെ തള്ളിയാൽ എന്താകും? അഹ്കാമേ, കുഫറിന്റെ അഹ്കാമും വരും. എന്തെല്ലാം? മിനദ്ദുല്ലി, അവർ നിസാരന്മാരായി, വസ്സഗാർ, അതുപോലെ നിന്ദരായി, വസ്സബാ, അതുപോലെ തന്നെ സബീ എന്ന് വെച്ചാൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഖത്ലി, ഇതാണ് അതിന്റെ അഹ്കാം. വൽ ഇർകാസ് എന്ന് പറഞ്ഞാൽ അർറദ്ദു വറജ്ഉ, അടക്കൽ എന്നാണ്. യുഖാലു റകസ്തു ശൈഅ അർകസ്തുഹു, എന്നാൽ റകസ എന്നുണ്ട്, മസീദ് ഫീഹി അല്ല, അത് മുജറദാ ഫീലാണ്. അർക്കസ എന്ന് പറയുമ്പോൾ അഫ്അലു യുഫ്ഇലു ആകുമ്പോൾ എന്താകും? മസീദ് ഫീഹിയാണ്, രണ്ടായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ സഖാ എന്നുള്ള ഫീലാണെന്നില്ലേ, സഖാ മസീദ് ഫീഹി ഇല്ലാണ്ട് ഉപയോഗിക്കും. അസ്കാന്നുകൊണ്ട് നുസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി, അതെന്തായി? മസീദ് ഫീഹി. വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറാ എന്ന് പറയുമ്പോൾ എന്തായി? സഖാ യുസ്ഖി, മുജറദായി. ഇതുപോലെ റകസ ശൈഅ അർകസ ലുഗത്താനി. അപ്പോൾ ഇദാ റദത്തഹു വഖലബത ആഖിറഹു അലാ അവലിഹി, നേരെ ഒരു സാധനത്തിന് അട്ടിമറിച്ചാൽ പറയില്ലേ, ഇതിന്റെ ആഖിറ അവലാക്കി മറിച്ചിടുക. അപ്പൊ ഇവരെന്താക്കിയിട്ടുണ്ട്? അല്ലാഹു തആല കുഫറിൽ മറിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരത്തിൽ നിങ്ങൾ എന്തിനാ രണ്ടു വർച്ചയാകുന്നത്? അപ്പൊ ചോദിക്കോ, കുഫറിൽ അള്ളാഹ് മറിച്ചിട്ടതിന് അന്നേലും ഉത്തരവാദി എന്തിനോണ്ട് മറിച്ചിട്ട്? ബിമാ കസബു, അതാണ് ഉണ്ടാക്കുക. അപ്പൊ ലാഹിക്കായ ശിക്ഷയെ കിട്ടിയത്. ലാഹിക്ക് എന്ന് പറഞ്ഞ വിഷയമില്ലേ, അത് അബിമാ കസബു ഐ ബിസബബി മാ കസബു മിനൽ ഇർതിദാദി, അവർ മുർത്തദ്ദാകലാണ് അവൾ പ്രവർത്തിച്ചത്. മാ കസബുവിന്റെ ബയാനാണ് മിനൽ ഇർതിദാദ്. വൽ ലുഹൂഖ് ബിൽ മുശ്രിക്കീങ്ങളുമായി സംഘടിക്കലുമാണ്. കണ്ടില്ലേ? എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൗശലം പറഞ്ഞിട്ടാണ് സമ്മതം നേടിയിട്ട് പോയത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ദലാലത്തിലാക്കിയ ഒരു കൂട്ടരെ നിങ്ങളെ ഹിദായത്താക്കാൻ കഴിയുന്ന വിചാരിക്കുന്നു? അതുരീദൂന അയ്യുഹൽ മുഖ്ലിസൂനൽ ഖായിലൂന ബിഈമാനിഹി, അവർ മുഅ്മിനീങ്ങളാണ് എന്ന് പറയുന്ന മുഖ്ലിസീങ്ങളെ നിങ്ങൾ ഉദ്ദേശിക്കുന്നുവോ? അൻ തഹ്ദൂ മൻ അളല്ലല്ലാഹ്, അല്ലാഹു തആല വഴികേടിലാക്കിയ ഒരാളാണ്. തജ്അലൂഹു മിനൽ മുഹ്തദീൻ, ഹിദായത്തുള്ള കൂട്ടരാക്കാൻ നിങ്ങൾക്ക് കഴിയോ? അപ്പൊ ഫഫീഹി തൗബീഖുൽ ലഹും അലാ സഅമിഹിം ദാലിക്, അങ്ങനെ ബാധിക്കുന്നവരോടുള്ള ഒരു ആക്ഷേപ സ്ഥലമാണിത്. എന്തുകൊണ്ട്? നമ്മൾ ശ്രമിച്ചാൽ ഇത് നേരെയായി കിട്ടും എന്നുള്ളത് അങ്ങനെ ചിന്തിക്കണ്ട. കാരണം ഞാൻ ചോദിക്കും, യഥാർത്ഥത്തിൽ മുഖ്ലിസീങ്ങളോടല്ലേ ചോദിക്കുന്നത്? ഓർക്ക് അങ്ങനെ വാദമുണ്ട്, അള്ളാഹ് വഴികേടിലാക്കിയ ഒരാളെ നമുക്ക് നേരെയാക്കാൻ കഴിയുമെന്ന്. അങ്ങനെ ഓർക്ക് ഏറ്റിക്കാതെ ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ പ്രവർത്തനത്തിന്റെ ധ്വനി അങ്ങനെയാ വരുന്നത്. അതാ പറയുന്നത്, ഒന്ന്, ഇവർ എന്താക്കി? ഈമാൻ കൊണ്ട് ഹുക്ം ചെയ്തു. അവർ മുഅ്മിനീങ്ങളാണ്, നമ്മളെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ട് എന്നല്ലേ വാദത്തിന്റെ അർത്ഥം എന്ന്. എത്തരത്തിൽ വഹും, ഈ മുനാഫിഖീങ്ങള് അതിന് തൊട്ടത്തിനെയോ ദൂരത്താണ്. മുനാഫിഖീങ്ങൾ ഇതിനെ തൊട്ടത്തിനെയോ ദൂരത്താണ്. അത് ഹിദായത്തെയും അവർ ഹിദായത്തിലാക്കാനുള്ള ഒരു ശ്രമമാണ്.
ഇറാദത്തുല്ല, അവർക്ക് ഹിദായത്ത് പോകണമെന്നൊരു ഇറാദത്തുമാണ് ഇപ്പൊ വന്നത്. അന്നല്ലാണ്ട് അല്ല വഴികേടിലാക്കിയ ആളാ നമുക്ക് നേരെയാക്കാൻ കഴിയുമെന്ന് ആയിരിക്കില്ല. മോമിനിയങ്ങൾക്ക് വാദമില്ല. തൗഹീദിനെതിരല്ലേ ഇവരെ പ്രവർത്തനം കണ്ടാൽ അങ്ങനെ വരുന്നുണ്ട്. ആദ്യം നമ്മളെ കൂട്ടത്തിൽപ്പെടുത്തുക, എന്നിട്ട് അവർ മുഹ്തദീങ്ങളാണെന്ന് പറയുക. അപ്പൊ യഥാർത്ഥത്തിലോ ദൂരത്ത്. അപ്പൊ അവരെ നിങ്ങൾ ഹിദായത്തിന്റെ പട്ടികയിൽ പെട്ടാൻ ഉദ്ദേശിക്കുന്നുവോ? ഇത് നമ്മുടെ തൗഹീദിന്റെ തത്വ പറയുന്നു. അല്ലാഹു തആല ഒരാൾ ഇദ്ലാലിലാക്കിയാൽ ഫലൻ തജിദ ലഹു സബീല, അവന് പിന്നെ ഒരു സബീൽ എത്തിക്കൂല, അവനെ നേരെയാക്കാൻ കഴിയൂല. അതെ, വമൻ യഖ്ലുഖു ഫീഹി ദലാല, അല്ലാഹു സുബ്ഹാനഹു വ തആല ദലാലത്തിനെ പഠിച്ചു കൊടുത്ത കായിനമ്മൻ അത് ഏത് വ്യക്തിയായാലും ശരി, ഫലൻ തജിദ ലഹു, നിങ്ങൾക്ക് കിട്ടൂല, അവന് വേണ്ടി സബീലിനെ കിട്ടൂല. തജിദ നമ്മൾ ഖിതാബിനോട് ഫളൻ അൻ തഹ്ദിയഹു ഇലൈഹി എന്നുണ്ട്, അതിലേക്ക് ഹിദായത്തിലാക്കൽ അതിനപ്പുറമല്ലേ. നിങ്ങൾക്ക് വഴി കാണിച്ചു കൊടുക്കാനും കഴിയൂല എന്ന് പറയും. ഹിദായത്തിന് രണ്ട് മാന പണ്ടേ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് വഴി കാണിച്ചിട്ടേക്കുക, കണ്ണൂരേക്ക് കൂടെ പോകേണ്ടത്, അങ്ങനെ തന്നെ കൊണ്ട് പോയിക്കോ എന്ന് പറഞ്ഞ ഒരു ഹിദായത്താണ്. അത് അമ്മ ബാ ഞാൻ പോകുന്ന കണ്ണൂരേക്ക് എന്തൊക്കെ വരുന്ന ബാ ഒന്നിച്ച് പോവാന്ന് പറഞ്ഞാൽ എന്താ അടുത്ത കണ്ണിന് എത്തിച്ചു കൊടുത്ത് കീഞ്ഞോന്ന് പറയാം. അപ്പം അവർ ആ കൂട്ടത്തിൽ ഹിദായത്ത് ആക്കുന്നതിനേക്കാണോ എന്താണ് അവർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ പോലും കഴിയൂല എന്നാ പറഞ്ഞത്. ആമ നടക്കൂല, ആമിന്റെ പിന്നെ ക്ലാസ് ഒട്ടും ഉണ്ടാവൂല. ഇനി വതൗദീഹുൽ ഖിതാബി ഇലാ കുല്ലി വാഹിദിൻ മിനൽ മുഖാതബീന ലിൽഇശ്ആരി ബിശുമൂലി അദമിൽ വിജ്ദാനി ലിൽകുല്ലി കണ്ടാ അലാ തരീഖി തഫ്സീൽ സിയാദത്തുൻ ഫിൽ ബയാൻ. തൗദീഹുൽ ഖിതാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഖിതാബിനെ മുന്നടിക്കലുണ്ടല്ലോ. ആർക്ക്? ഇലാ കുല്ലി വാഹിദിൻ മിനൽ മുഖാതബീന, മുഖാതബങ്ങളിൽപ്പെട്ട ഓരോരുത്തരോടും, മുഖാതബങ്ങളിൽപ്പെട്ട ഓരോരുത്തരോടും. എവിടെ മുഖാത്തബ? ഫലൻ തജിദ എന്ന് മുഫറദായിട്ടാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ വഴികേടിലാക്കിയിട്ടുണ്ടെങ്കിൽ അയാളെ നേരെയാക്കാൻ തജിദു എന്നല്ല പറഞ്ഞു. ഫലൻ തജിദ ഓരോ വ്യക്തികൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ മുഖാത്തബാലായി കുല്ലു വാഹിദായി എന്നുവെച്ചാൽ ആ ഈ ഉസൂലിന്റെ വിഷയത്തിൽ എല്ലാവരും തുല്യം തന്നെ. അപ്പൊ അള്ളാനെ മറികടക്കലെല്ലാം ഉണ്ടാവില്ലേ? അത് നടക്കൂല. തൗദീഹുൽ ഖിതാബി ഇലാ കുല്ലി വാഹിദി മിനൽ മുഖാത്തബ, മുഖാത്തബങ്ങളിൽപ്പെട്ട ഓരോരുത്തരോടും കിതാബ് ഓരോരുത്തരോടെ വലം തജിദ, നിങ്ങൾ മജ്മുഅന് കഴിയൂല എന്നല്ല പറഞ്ഞു, ഓരോരുത്തർക്കും. അതാ ലിൽ ഇശ്ആരി, അത് അറിയിക്കാൻ വേണ്ടിയാണ്. ബിശുമൂലി അദമിൽ വിജ്ദാനി ലിൽ കുല്ലി, ഓരോരുത്തർക്കും ആ വിജിതാൻ ഇല്ല. ഇത് ഫലൻ തജിദ എന്ന വിജിതാൻ എത്തിക്കൽ, സബീലിനെ എത്തിക്കൽ. അതാ തരീഖി തഫ്സീൽ, അതാ തഫ്സീലിന്റെ രീതിയിൽ. തഫ്സീൽ വെച്ചാൽ ഓരോരുത്തരും വിചാരിച്ചാലും കഴിയൂല. പിന്നെ അതെന്തിനാ? സിയാദത്തുൻ ഫിൽ ബയാൻ, ബയാനിൽ സിയാദത്താക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആര് വിചാരിച്ചാലും കഴിയൂല, വ്യക്തി വിചാരിച്ചാലും കഴിയൂല, സമൂഹം വിചാരിച്ചാലും കഴിയൂല എന്ന് കാണിക്കണം. ഇനി അവർക്കുള്ള മുനാഫിഖീങ്ങൾക്കുള്ള ഒരു കുഴപ്പം പറയുന്നത്, അവര് കാഫിറായതുപോലെ നിങ്ങളും കാഫിറായി കിട്ടണമെന്നാണ് അവരുടെ താല്പര്യം. അപ്പൊ അവർ സ്വയം പഴച്ചിട്ടുണ്ട്, മറ്റുള്ള ആളെ പഠിപ്പിക്കൽ അവരുടെ ലക്ഷ്യവുമാണ്. അത് ബയാനുൽ ഉലുബിഹിം വതമാദിഹിം ഫിൽ കുഫർ, കുഫറില് അവർ അതിരി കടന്നിട്ടുണ്ട്, അവർ അതിരി വിട്ടിട്ടുണ്ട് എന്നതിന്റെ ബയാനാണ് ഇത്. വദ്ദു ലൗ തക്ഫുറൂന കമാ കഫറൂ വതസദ്ദീഹിം ലിഇദ്ലാൽ ഗൈരിഹിം, മറ്റുള്ള ആളുകളെ വഴികേടിലാക്കാനുള്ള ഓരോ ശ്രമങ്ങളും. എന്തിനു ശേഷം ഇസ്ന തബായുനി എന്ന നടക്കാണ്, ഇസ്ന ബയാനി കുഫ്രിഹി എന്നാണ് വേണ്ടത്. തബായുൻ എന്ന് പറഞ്ഞ എതിരാകലിന് അർത്ഥം അതല്ല. അതിലെങ്ങനെയുള്ളത്? അവർ സ്വയം കുഫറായിട്ടുണ്ട് എന്നല്ല നേരത്തെ പറഞ്ഞത്. അർക്കസവും അവർക്ക് മറ്റൊരു പണിയും കൂടി ഉണ്ടെന്ന്.
മറ്റുള്ള ആൾ അഥവാ ദലാലത്തും ഇദലാലും. അപ്പൊ ദലാലത്ത് ആദ്യം പറഞ്ഞതിന് പിന്നാലെ എന്താക്കി, അവരെ ഇദലാലി മറ്റുള്ളവരെ പഴപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എടുത്തു പറഞ്ഞു. അപ്പൊ നാലിലെ മുന്നില്ലിന്നായി. അപ്പൊ തബായുനല്ല ഇസ്റ ബയാനി കുഫ്രിഹിം വദലാലിഹിം അവിടെ വേണ്ടത്. ഐ തമന്നൗ അൻ തക്ഫുറൂൻ, ചുരുക്കത്തിൽ നിങ്ങൾ കാഫറാവണമെന്ന് അവർ വ്യാമോഹിക്കുകയാണ്. എന്താകും, അവർക്ക് ആൾ സംഖ്യ കൂടി എണ്ണം കൂടിയില്ലേ, കമാനൂന സവാൻ. അപ്പൊ നിങ്ങളും അവരെ പോലെ ആയില്ലേ, അപ്പൊ അവർക്ക് പട്ടിക കൂടിയല്ല. വദ്ദൂ കുഫറക്കും, അവർ നിങ്ങളെ കുഫറിന് ആഗ്രഹിക്കുന്നതിനാൽ തകൂനൂ മുസ്തവീന മഅഹും ഫിൽ ദലാൽ, ദലാലിന്റെ വിഷയത്തിൽ അവരോടൊപ്പം സമമാകാനാണ്. വഫീഹി ഇശാറത്തുൻ ഇലാ അന്ന അമാറാത്തുൽ കുഫ്രി ഫീ ബാത്തിനിഹി വദ്ലാ ബിൽ കുഫ്രി കുഫ്റൂൻ എന്നാണ് അർത്ഥം കിട്ടിയത്. എന്തുകൊണ്ട് ഒരു ഇശാറത്തുണ്ട്, അമാറാത്തുൽ കുഫ്രി ഫീ ബാത്തിനിഹി, ബാത്തിനില് എന്തുണ്ടായി, കുഫറിന്റെ അടയാളങ്ങളുണ്ടായി. വദ്ദു എന്നുള്ളത് അങ്ങനെയല്ലേ, വദ്ദു ആഗ്രഹിച്ചു എന്നല്ല, ആഗ്രഹം കൽബിലാണല്ലോ ഉള്ളത്. വദ്ലാ ബിൽ കുഫ്രി, മറ്റുള്ളവർ കാഫിറാവൽ സന്തോഷം, അത് കുഫ്ർ. അപ്പൊ ഓർക്കുന്നുണ്ട്, ഫീ നഫ്സിൽ കുഫ്റുണ്ട്, മറ്റുള്ള ആളുകൾ കാഫിറാവലിനെ സന്തോഷിച്ചത് കൊണ്ട് ഡബിൾ കുഫ്ർ. അതാണ് വദ്ദു. വദ്ദു എന്ന് പറഞ്ഞാൽ കൽബിലുള്ളത്. അമാറാത്തുൽ കുഫ്രി ഫീ ബാത്തിനിഹി. അതുകൊണ്ട് ഫലാ തത്തഖിദൂ മിൻഹും ഔലിയാ, അവരിൽപ്പെട്ട ആരെയും നിങ്ങൾ ഔലിയാവായി സ്വീകരിക്കാൻ പാടില്ല. ഏത് ഔലിയ? സുഹൃത്തുക്കൾ. ഐ ഫലാ തുവാലൂഹും, അവരെ വാലികളാക്കാൻ പാടില്ല. ഹത്താ യുഹാജിറൂ ഫീ സബീലില്ലാഹ്, അവർ അല്ലാഹുവിന്റെ ഫീ സബീലിൽ ഹിജ്റ ചെയ്യട്ടെ. അപ്പൊ ഹിജ്റ ചെയ്യുമ്പോൾ എന്താക്കും, അവർക്ക് മനസ്സ് മാറിയിട്ട് ഇസ്ലാമിലേക്ക് വന്നതായ ഒരു അലാമത്ത് നമുക്ക് കിട്ടി. അപ്പം ഹത്താ യുഅ്മിനൂ വയുഹഖിഖൂ ഈമാനഹും ബിഹിജ്റത്തി. അപ്പൊ അതിന് മുന്നോടെ ഹിജ്റ മാത്രം വന്നാൽ പോരാ, അതിന്റെ മുമ്പ് ഈമാൻ ക്ലിയർ ആക്കിയിട്ട് ഹിജ്റ കൊണ്ട് നമുക്ക് തെളിയിച്ച് കാണിച്ചു തരണം. മനസ്സിലാ? അപ്പൊ ഹിജ്റ എന്നുള്ള പ്രവർത്തനം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ദുന്യാവിന്റെ അഗ്റാദിൽപ്പെട്ട ഒന്നിന് വേണ്ടി ഹിജ്റ വന്നതുകൊണ്ട് കാര്യമില്ല. മനസ്സിലായില്ല? ചുരുക്കത്തിൽ അവർ ഇസ്ലാമിലേക്ക് തിരിച്ചു വരട്ടെ എന്നാ പറഞ്ഞത്. അനിൽ ഈമാനെ തൊട്ടവർ തെറ്റുകയാണെങ്കിൽ അവരെ പിടിച്ചോ. ഇതാ കദർത്തും അലൈഹിം, നിങ്ങൾക്ക് അവരുടെ മേൽ ശക്തി ഉണ്ടെങ്കിൽ. അവർ ഖത്ൽ ചെയ്തോ ഐസ് വജത്തുമൂഹും, എവിടെ കിട്ടിയാൽ. അത് എവിടെയെന്ന് പറഞ്ഞാൽ സ്ഥലം അമ്മായി ഐ മിനൽ ഹില്ലി വൽ ഹറം. വൽ ഹറാമി എന്ന് കൊണ്ടുവന്നുണ്ടാവും, ഹില്ലി വൽ ഹറം എന്നല്ലേ കൊണ്ട്. ഹില്ലിന്റെ മുക്കാബിൽ, അതായത് ഹറമിൽ വെച്ചൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. മറ്റു മുശ്രിക്കീങ്ങളുടെ ഹുക്മ തന്നെയാണ് ഇവർക്കുള്ളത്. വലാ തത്തഖിദൂ മിൻഹും വലിയ്യൻ വലാ നസീറാ, അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വലിയനെയും സ്വീകരിക്കണ്ട, നസീറിനെയും സ്വീകരിക്കണ്ട. വലിയ നസീർ എന്താ പണ്ടേ മാറ്റൊരു വിലായത്ത് നസീർ രണ്ടെണ്ണം ഉണ്ട്. വിലായത്തിന്റെ വേണ്ടല നൽകലാന്ന്. പിന്നെ നസർ എന്ന് പറഞ്ഞാൽ പ്രതിരോധിക്കലുമാണ്. ചുരുക്കത്തിൽ ജാനിബോ മുജാനബത്തൻ കുല്ലിയൻ, കുല്ലിയായ മുജാനബത്ത് ഒഴിയിൽ. വലാ തഖ്ബലൂ മിൻഹും വിലായത്തൻ വലാ നുസ്റത്തൻ അബദ, അവർ നൽകുന്ന വിലായത്തിനെയും സ്വീകരിക്കണ്ട, നുസ്റത്തിനെയും ഉണ്ടാക്കണ്ട, സ്വീകരിക്കണ്ട, ഇല്ല. ഇനി അതിൽ നിന്ന് ചിലർ ഒഴിവാക്കാനാവുക. ഈ കർശനമായ നടപടി ഇപ്പൊ ഉണ്ടായിരുന്നു, പൂർണ്ണ ബഹിഷ്കരണം. ഇല്ലല്ലദീന യസ്ലൂന ഇലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്, ഒരു കൂട്ടർ ഒഴികെ അവരെന്താക്കും, ഒരു കൗമിലേക്ക് ചേരുന്നു. ആ കൗമിന്റെയും നിങ്ങളുടെയും ഇടയിൽ മീസാഖുണ്ട്. ഐ ഇല്ലല്ലദീന യത്തസിലൂന വയന്തഹൂന ഇലാ ഖൗമിൻ ആഹദൂകും വലം യുഹാരിബൂകും, നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല, സന്ധിയില്ലാന്നും കരാറാകുന്നുണ്ടോ. അവരിലേക്കാണ് ആ കൂട്ടർ വന്നില്ലേ. അവർ തന്നെ യഥാർത്ഥ കടുത്ത മുശ്രിക്കീങ്ങളിലൊക്കെ അല്ലല്ലോ പോയില്ലേ.
അപ്പൊ അവിടെ ഒഴിഞ്ഞു കൊടുത്തു. ഒരു കൗമിലേക്ക് അവർ എത്തുന്നു. ആഹദൂക്കും, ആ കൗമ നിങ്ങളോട് കരാർ ചെയ്തിട്ടുണ്ട്. വലം യുഹാരിബൂക്കും, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ല. അപ്പം നമ്മളായിട്ട് ഒരു സഖ്യം ഉണ്ടാക്കി അവരിലേക്ക് ചേർന്നാൽ ഒഴിക്കുക. അവർ ഇത്ര കർശനം ആയിട്ട് കൈകൂട്ടണ്ട. ഇനി ഒന്ന്, അല്ലെങ്കിലോ വല്ലദീന ജാഊകും കാഫീന മിൻ ഖിതാലികും വഖിതാലി ഖൗമിഹിം, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ല, അവരുടെ കൗമിനോട് യുദ്ധം ചെയ്യാതെ നമ്മ ഒന്നിനുമില്ല, നമ്മ ഇങ്ങനെ ഒഴിഞ്ഞു കിട്ടിയെന്ന് നിഷ്പക്ഷമായി. അതാ അപ്പൊ ഉസ്തുസ്നിയ മിനൽ മഅ്മൂരി ബിഅഖദിഹിം വഖത്ലിഹിം ഫരീഖാനി. അതെന്താ പറഞ്ഞിരിക്കുന്നത്? ഹുറൂഹും, ഒന്ന് പിടിക്കലും കത്തിലും. ഒരു വിലായത്തോടെ നസ്റും സ്വീകരിക്കണ്ട എന്ന് പറഞ്ഞ കൂട്ടത്തിൽ നിന്ന് രണ്ട് കൂട്ടർ ഒഴിവാക്കിയിട്ടുണ്ട്. ഫരീഖാനി അഹദുഹുമാ മൻ തറക്കൽ മുഹാരിബീന വലഹിക ബിൽ മുആഹിദീന, നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന മുഹാരിബീങ്ങളോട് കൂടാതെ എങ്ങോട്ട് പോയി? മുആഹിദീങ്ങളോട് പോയി ചേർന്നു. അതല്ല ആദ്യത്തെ ഇല്ലല്ലദീന യസ്ലൂന ഇലാ ഖൗമിൻ ബൈനകും വബൈനഹും മീസാഖ്. വല്ലാഹു മറ്റേതോ മൻ അത്തൽ മുഅ്മിനീന വഖഫൻ ഖിതാൽ ഫരീഖൈൻ, നിങ്ങളോട് യുദ്ധം ചെയ്യൂല, ഓരോ കവിനോട് യുദ്ധം ചെയ്യാതെ കണ്ട് നിഷ്പക്ഷമായിട്ട് ഒഴിഞ്ഞു കൂട്ടറും. അതാണ് രണ്ടാമത്തേതാണ് ഔജാഉകും ഹസ്റത്ത് സുദൂറുഹും, അവരെ നഫ്സ് ഛദർ കുടുങ്ങി എന്ന് വെച്ചാൽ ചെയ്യുന്നതിന് അവർക്ക് മനസ്സില്ല. ആയി വഖദ് ലാഖത് സുദൂറുഹും അൻ യുഖാതിലൂകും, ഐ ലാഖത് അൻ യുഖാതിലൂകും മഅ ഖൗമിഹിം, ഓരോ കൗമിന്റെ കൂടെ കൂടിയിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ ഒരു തയ്യാറില്ല. നിങ്ങൾ ഓരന്നെ ഒന്നിനും കൂടാതെ യുദ്ധം ചെയ്യാനും തയ്യാറില്ല. ചുരുക്കത്തിൽ എന്തായി? സമാധാനപരമായി നിൽക്കുന്നവർ. നിങ്ങളോട് ഖിതാലില്ല, അവരുടെ കൗമിനോടും ഖിതാലില്ല. والمراد بالجاهين الذين حشرت صدورهم عن المقاتلة, അതാണ് ഈ കമ്പനി. ആ മുറാദ് ഉണ്ടല്ലോ, നമ്മ ആരോട് യുദ്ധത്തിലില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യുന്നത് അവർക്ക് മനസ്സില്ല. ആരോട് യുദ്ധം ചെയ്യാൻ? അവരാരാണ്? ബനൂ മുദ്ലജ് കബീലക്കാർ, അല്ലദീന എന്ന് പറഞ്ഞ കൂട്ടർ. വഹും കാനു ആഹദു അല്ലാ യുഖാതിലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട് ഖിതാലിനില്ല എന്ന് പറഞ്ഞിട്ട് കരാർ ചെയ്തവരാണ്. വഅഹദു ഖുറൈശൻ, ഖുറൈശിനോടും കരാർ ചെയ്തിട്ടുണ്ട് അല്ലാ യുഖാതിലൂഹും, അവരോട് യുദ്ധത്തിനില്ല. ആര്? ഖുറൈശി ശത്രുപക്ഷം. ഇപ്പുറം മുസ്ലിം. അപ്പൊ മുസ്ലിമീങ്ങളോടും യുദ്ധമില്ല, ശത്രുപക്ഷക്കൂടെ കൂടിയിട്ട് ഒന്നുമില്ല. അപ്പൊ ഫലാഖത്ത് സുദൂറുഹും അൻ ഖിതാലിക്കും, അതാ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതിനെ തൊട്ടോറ മനസ്സ് കുടുങ്ങിയിട്ടുണ്ട്. ലിൽ അഹദിൽ ലദീ ബൈനക്കും, നിങ്ങളുടെ ഇടയിലുള്ള ആ കരാർ മാനിച്ചിട്ട്. വലാഖത്ത് സുദൂറുഹും അൻ ഖിതാലി ഖൗമിഹിം, അവർ കൗമിനോട് യുദ്ധം ചെയ്യുന്നിട്ട് കുടുങ്ങിയതുകൊണ്ടാന്ന് എനിക്ക് ഓർമ്മലാതിന് ഓറ നീന്തലിലുള്ളത്. നഹല്ലാഹു തആല അൻ ഖത്ലി ഹൗലാൽ മുർതദ്ദീൻ, ഈ മുർത്തദ്ദീങ്ങളോട് കൊല്ലൽ തൊട്ട് അല്ലാഹു തആല വിരോധിച്ചിട്ടുണ്ട്. അവിടെ അഖദില്ല, ഖത്ലുമില്ല. പണ്ടേ 12 സബബുൻ നുസൂൽ നോക്കിയിട്ട് ഹുക്മ ഖാസാക്കുറാണ്. വേറെ ഏതോ മുസ്ലിയാറ മദ്ഹബൻ അല്ലദീന കൊണ്ട് ദിശം ബനൂ ദുലജ് മാത്രമല്ല, ഈ സ്വഭാവമുള്ളവരോടും പറ്റൂലല്ലോ. അത് മക്കത്തിറങ്ങിയല്ലേ, അത് ഇന്നാടകത്തിൽ ഇറങ്ങിയല്ലേ, നമുക്ക് ബാധകമല്ല എന്ന് പറഞ്ഞ പിന്നെ ഖുർആൻ പിന്നെ കാലത്തോട്ട് കൂടി തീർന്നില്ലേ? നഹല്ലാഹു തആല അൻ ഖത്ലി ഹൗലാഇൽ മുർതദ്ദീൻ ഇദത്തസലൂ ബിഅഹ്ലി അഹ്ദിൻ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് കരാറുള്ള എഗ്രിമെന്റ് ഉണ്ടല്ലോ, അവരോട് ചേർന്നാൽ ആ മുർതദ്ദീങ്ങളോട് ഖത്ലി പറ്റൂല. കണ്ട് ലിഅന്ന മനിൻ ദമ്മ ഇലാ ഖൗമിൻ ദബി അഹദിൻ ഫലഹു ഹുക്മുഹു ഫീ ഹഖ്ലി ദമി, ഒരാള് ഒരു കൗമിലേക്ക് ചേർന്ന് എന്തുണ്ട്? ആ കൗമാരാണ് ദബി അഹദിൻ, നമ്മൾ അഹദുള്ളവരാണ്.
ചേർന്നാൽ ഫലഹു ഹുക്മുഹും, ഈ അഹദുള്ളവരുടെ ഹുക്കം എന്താക്കണം? ഈ ചേർന്ന ആൾക്ക് കൊടുക്കണം. എന്തിന്? ഫി ഹക്കിനി ദമ്മി, അവരെ ചോറൊൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഈ കരാറ് വന്നത് അള്ളാന്റെ ഒരു നിയമത്താണ്. ഒരു കൂട്ടം ചെയ്യ അല്ലെങ്കിൽ വലിയൊരു സംഘം ആളുകൾക്ക് വരാമല്ലോ. വലൗ ശാഅ അല്ലാഹു ലസല്ലതഹും അലൈക്കും ഫലഖാതലൂക്കും, അല്ലാഹു തആല വേണ്ടത് വെച്ചെങ്കിൽ ലസല്ലതഹും, അവരെ എന്താക്കും? നിങ്ങളെ പേര് അടിച്ചേൽപ്പിക്കും, അവർക്ക് അധികാരം കൊടുക്കും. ഓന്റെ അവിടെ സബബുൽ റസൂൽ ബനീ മുദ്ലിജ്. അപ്പൊ അവർക്ക് അല്ലാഹു തആല അധികാരങ്ങളോ ഒന്നും കൊടുക്കാതെ കണ്ട അവരുടെ മനസ്സ് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാക്കിയിട്ടാണ് അള്ളാഹ് നിഅമത്താന്ന് പറയും. അലൈക്കും, അങ്ങനെ സുദൂറഹും, അവരെ കുടുങ്ങിയ മനസ്സുണ്ടാക്കി വിശാലമാക്കി നമുക്ക് ചെയ്തു കളയാൻ, കാശിക്കളയാൻ. അള്ളാഹത്തെ സുദൂറിന്റെ സുദൂറും, അവർക്ക് കൽബിന് ശക്തിയും കൊടുത്തു. അവരെ തൊട്ട് മുസ്ലിമീങ്ങളെ പറ്റിയുള്ള പേടിയും നീക്കി. അങ്ങനെ ഒന്നാമത്തെ ആക്കാൻ കഴിയും. അങ്ങനെ ഫലഖാതലൂക്കും, അവരെ ബന്ധങ്ങളൊന്നും ചെയ്യും. വലം യകുഫു അൻകും, നിങ്ങളെ തൊട്ട് തടഞ്ഞു നിൽക്കൂല. ഫലഖാതലൂക്കും എന്നുള്ള ലാം എന്താണ്? വല്ലാമു ജവാബു, കണ്ടാ? ജവാബാണ് ഇതിന്റെ ലൗ ശാ അല്ലാഹു, അതിന്റെ ജവാബിൽ എന്താക്കും? ലാ കടക്കും. അല്ല തക്രീർ, വലൗ ശാ അല്ലാഹു ലസല്ലതഹും. അപ്പൊ എന്തായിന്നറിയോ? വലൗ ശാ ലൗന്റെ ജവാബ് ലസല്ലതഹും, അവിടെ ലാം കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? വലൗ ശാ ലസല്ലതഹും, അവിടെ ലാം കൊടുത്തു. ഫലഖാതലൂക്കും എന്നും വീണ്ടും ലാം കൊടുത്തു. അപ്പൊ അല്ലാഹു തആല വേണ്ടി വെച്ചാൽ ഓർക്ക് അധികാരം കൊടുക്കും, എന്നിട്ട് ഓർ യുദ്ധം ചെയ്യും. രണ്ട് ജവാബുണ്ട്. അത് അല്ലാഹു നമുക്ക് ചെയ്തൊരു നിയമത്താന്ന് പറയുന്നത്. فإن اعتزلوكم فلم يقاتلوكم وألقوا إليكم السلم فما جعل الله لكم عليهم سبيلا. അവർ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാതെ കണ്ട് മാറി നിന്ന് പോട്ടപ്പോ നമ്മൊന്നിനുമില്ല. ഫലം യുഖാതിലൂക്കും, എന്നിട്ടോ നിങ്ങളോട് യുദ്ധത്തിൽ അവർ തയ്യാറാക്കി അത്തർനൂലക്കും വഅൽഖൗ ഇലൈക്കും അസ്സലാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കീഴൊതുങ്ങി നിന്നോളാന്ന് പറഞ്ഞു, സന്ധി ഉണ്ടായി. എന്നാ ഫമാ ജഅലല്ലാഹു ലക്കും അലൈഹിം സബീല, ഓർക്കെതിരെ നിങ്ങൾ ഒരു മാർഗം സ്വീകരിക്കാൻ അല്ലാഹു തആല വെച്ചിട്ടില്ല. അതിനില്ലേ മറ്റൊരു ആറ്റിൽ തന്നെ ഉണ്ടില്ലേ? എന്താ? നിങ്ങൾ നാട്ടിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ട് എനിക്ക് പുറത്താക്കാൻ അവർ ശ്രമം നടത്തുന്നില്ല, അവർക്ക് നിങ്ങളെ നിർമ്മം ചെയ്യുന്നില്ലെങ്കിൽ നല്ല നിലക്ക് പെരുമാറുന്നതിന് അല്ല എതിരെല്ലാം. ഇതായിട്ട് ഒന്നുകൊണ്ടാണോ മുസാഫിനെ തന്നെ സൂറത്ത് لا ينهاكم الله സുഹൃത്ത് വലിയ ഇനി അടുത്ത വാർത്ത പേജിലാണ് വേണ്ടത്. لا ينهاكم الذين لم يقاتلوكم. അതിന് പേജ് വന്നിട്ട് പേജ് 580 മുൻതഹ. മുംതഹന. عسى الله أن يجعل بينكم وبين الذين عاديتم منهم مودة. നിങ്ങളുടെ ഇടയിലും നിങ്ങളോട് നിങ്ങൾ ആരോടാണോ ശത്രുത കാണിക്കുന്നത് അവരുടെ ഇടയിൽ അല്ലാഹു മവദ്ദത്തുണ്ടാക്കാനോ അല്ലാഹു വല്ലാഹു ഖദീർ. എന്നിട്ട് പറയുന്നത് ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ. ദീനിൽ നിങ്ങളോട് ഖിതാൽ ചെയ്തിട്ടുള്ള മുസ്ലിമുകൾ അങ്ങനെ ജീവിച്ചോട്ടെ. വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങൾ താമസിക്കുന്ന നാടുകളിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചിട്ടുമില്ല. എന്നാൽ ലാ യൻഹാകുമുല്ലാഹുവിന്റെ ബാക്കി അൻ തബറുഹും വതുഖ്സിതു ഇലൈഹി,
അവരോട് നല്ല നിലയ്ക്ക് പെരുമാറണം, നീതി കൊടുക്കുന്നതിന് അള്ളാഹ് എല്ലാം ഒന്നും എതിർത്തിട്ടില്ല. എളിയ കൂടെ ഇട്ടൻ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ നമ്മളൊന്നുമില്ല, ഒനങ്ങ് പോയിക്കോട്ട്. തീവ്രത കൂടിയിട്ട് കല്ലെടുത്തെറിയണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു നായ അങ്ങനെ പോകുമ്പോൾ കല്ലെടുത്തെറിയണ തീവ്രത കൂടി അന്നെല്ലാം ഉണ്ടാവും. എന്നിട്ട് അതിനെ കൊണ്ട് കുഴപ്പമുണ്ടാവും. എന്നിട്ടോ നിങ്ങളെ വിരോധിച്ചതാരാണ്? ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ. അതിൽ പിന്നെ മഫ്ഹൂമ് അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനിന്റെ ബാക്കിയ മഫ്ഹൂമാണ് ഇത്. അല്ലദീന ഖാതലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും എന്നാണ് വഖറജൂകും മിൻ ദിയാരിക്കും. അതിനെ മഫ്ഹൂമായി. എന്നിട്ടോ വലാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ പുറപ്പെടുവിക്കാൻ വേണ്ടി ഒരു പരസ്പരം സഹായിക്കുകയും ചെയ്യും. പുറത്ത് സ്വന്തം കഴിയൂല്ലെങ്കിൽ കൂട്ടുപിടിച്ചിട്ട് അന്തവല്ലവും അവരാണ് മുത്തവല്ലിയാക്കൻ അന്ന് എതിർക്കുന്നത്, അവരോട് മാത്രമാണ്. ഇന്നമ ഒന്നും ഓടിയ മതിയില്ല, ഒരു കുഴപ്പമില്ല, അങ്ങനെ പോകുന്ന അങ്ങനെ കൂടെ പോയിക്കോട്ടെ. ആരാ കുഴപ്പമുണ്ടാക്കാൻ പറഞ്ഞു? അതിലെ മൂലക്കെട്ട മുഖത്ത് കിടാൻ പാടില്ല എന്ന് പറയുന്നത്. അതാ അവർക്കെതിരെ ഒരു സബീലും അല്ലാഹു തആല വെച്ചിട്ടില്ല. ഐ തരീഖൻ ബിൽ അസ്രി ഔ ബിൽ ഖത്ലി, അവരെ പിടിച്ചു കെട്ടാനോ അല്ലെങ്കിൽ കൊല ചെയ്യാനോ ഉപദ്രവിക്കാനോ ഒന്നും ഒരു വകുപ്പുണ്ടാക്കിയിട്ടില്ല. ഫഇന്ന ഇൽഖാഅഹും ഇലൈക്കും അസ്സലമ കാഫിയ, നിങ്ങളോട് സലമ് അതായത് യുദ്ധമില്ല എന്നുള്ള സമാധാനം അവർ വെക്കുക എന്നുള്ളാല് കാഫി മതിയായി. ഫിസ്തിഹ്ഖാഖിഹിം ലിഅദമി തഅറുദിക്കും ലഹും, അവരിലേക്ക് നിങ്ങൾ വെളിപ്പെടണ്ട എന്നതിന് അവർ അവകാശികളാണ് തെളിവ്. അല്ലാണ്ട് അടിവാ തല്ലോ എന്ന് പറഞ്ഞിട്ട് സിന്താമി വിളിച്ചിട്ട് പോയിട്ട് കുഴപ്പമുണ്ടാക്കിയാൽ ശരിയാവില്ല. അപ്പൊ അനാവശ്യമായ തീവ്രത വെച്ചില്ലെന്ന് പറഞ്ഞു വന്നേ. ستجدون آخرين يريدون أن يأمنوكم ويأمنوا قومهم كلما ردوا إلى الفتنة أركسوا فيها فإن لم يعتزلوكم ويلقوا إليكم السلم ويكفوا أيديهم فخذوهم وقتلوهم حيث ثقفتموهم. ഇപ്പൊ മുംതാനല്ലേ ഓതി ആ രണ്ട് ശിശുക്കലിന് എവിടെയും പറഞ്ഞു. എന്താ വേറെ കൂട്ടരുണ്ട്, അവരൊക്കെ നീക്ക് പിടിക്കാൻ പറ്റിയാളാ. അതാ സതജിദൂന ഖൗമൻ. അപ്പൊ ആഖരീന എന്ന് പറഞ്ഞ കൗമന്റെ മഫ്ഊലിന്റെ സിഫത്താണത്. സതജിദൂനക്ക് ഒരു മഫ്ഊൽ വേണ്ടേ, അതാണ് കൗമൻ. ആ കൗമിന്റെ സിഫത്താണ് ആഖരീന, വേറൊരു കൂട്ടർ. യുരീദൂന അവർ ഉദ്ദേശിക്കും യഅ്മനൂക്കും, നിങ്ങൾ അമ്നിലാക്കാൻ. അതായത് യുൽഹിറൂന ലക്കും ബിസ്സുൽഹ, സുൽഹിനെ വെളിപ്പെടുത്തും. അപ്പൊ എന്താക്കും, ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വെച്ചാൽ നമ്മ അടങ്ങിയിരിക്കും. ആ ചാൻസ് എന്താ കൂറ് കൊടുക്കും. അപ്പൊ ഈ സുൽഹിനെ വെളിപ്പെടുത്തൽ ഇതരം ചര്യാണ്. യുരീദൂന യഅ്മനൂ മിൻകും ബികലിമത്തി തൗഹീദ്, ചിലപ്പോൾ കലിമത്തു തൗഹീദും സലാമെല്ലാം ചെല്ലും. ഖൗമഹും അവരുടെ കൗമിനെയും അമ്നിലാക്കണം. അതായത് മീൻ ഖൗമിഹിം ബിൽ കുഫ്രി ഫിസ്സിരി, രഹസ്യത്തിൽ അവരെന്താക്കും കാഫറായിട്ടുണ്ട്. അപ്പൊ കുഫറിന്റെ ചെയ്യത്തിൽ കൂടി ഓരോട ആളായി, ഈ വെളിപ്പെടുത്തലോട് നമ്മൾ ആളായി. വഹും ഖൗമുൻ മിൻ അസദിൻ വഖത്ഫാൻ, ആ കൂട്ടർ ആരാന്നറിയോ? അസദ് ഖത്ഫാൻ കബീലക്കാരാണ്. അപ്പൊ അസദ് എന്നുള്ള ആ കഥാപാത്രം ഒഴിവാക്കുക. എന്നിട്ട് ഈ സ്വഭാവം ആരിലുണ്ടോ അതാ നോക്കുന്നത്. ഇതാ അത്തവൽ മദീനത്തെ അസ്ലമു, മദീനയിലേക്ക് വന്നവർ മുസ്ലിമാവും. മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് നല്ല അമ്നി കൊടുക്കണം, ഓരോ സമാധാനമായിട്ട് കഴിഞ്ഞുവിട്ടെ എന്നല്ല എന്താക്കും മദീന വന്നിട്ട് പറയും. ഫൈദാ റജഉ ഇലാ ഖൗമിഹിം, ഓരോ നാട്ടിലേക്ക് മടങ്ങിയാൽ കഫറു, എന്തിന്റെ അപ്പസിറ്റായി അസ്ലമുവിന്റെ. വനകസു അഹൂദഹും, അവരെ കരാറ് പൊളിക്കുകയും ചെയ്യും. അതിനാൽ യഅ്മനു ഖൗമഹും, ഓരോ ഖൗമിനോട് എന്താക്കണം അമ്നി കൊടുക്കാൻ വേണ്ടിയിട്ട്. കുല്ലമാ റുദ്ദൂ ഇലൽ ഫിത്നതി, അവർ ഫിത്നയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അത് ദുഉ മിൻ ജിഹത്തി ഖൗമിഹിം ഇലാ ഖിതാലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളോട്
യുദ്ധം ചെയ്യണമെന്ന് അവർ പരസ്പരം വിളിച്ചാൽ എന്താക്കും? നമ്മൾ റെഡിയല്ലേ? നിങ്ങൾ മദീനയിൽ കരാർ ചെയ്യുന്ന അതൊന്നും നോക്കണ്ട. അവരെന്താക്കും? ആ ഫിത്നയിൽ തന്നെ പോയി വീണിട്ടുണ്ടാവും. നേരത്തെ ഉർക്കിസു പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് മടങ്ങി ഈ അട്ടിമറിയൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട അട്ടിമറിയൽ. ആദ്യത്തെ വാക്കെല്ലാം കൂടെ പൊളിഞ്ഞു. ഏറ്റവും ശത്രുടയ സകല അതുവിനേക്കാളും ഏറ്റവും ശത്രുവായി മാറുകയാണ്. സംഗതി മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എല്ലാം ഞാറ്റത്തിലേക്കും അവർ നിങ്ങളെ ഒഴിവാക്കുന്നില്ലെങ്കിൽ അപ്പൊ നമുക്ക് പിന്നെയും ഷർത്ത് വെച്ച് അങ്ങനെ ഒഴിവാക്കലേ ിലേക്കും നിങ്ങളിലേക്ക് ഒന്നിലേക്കും വെളിപ്പെടുന്നില്ല, നിങ്ങളെ ഉപദ്രവിക്കുന്നില്ല. അങ്ങനെ ഉജ്ജലത്ത് ഇല്ലെങ്കിൽ വലുക്കോയിലേക്കും സലമ നിങ്ങളിലേക്ക് നൽകിയിട്ടില്ലെങ്കിലും ആ ഡമ്മാടിയും വരും. അതുകൊണ്ടാണല്ലോ ഉൽക്കോന്ന് നൂന് കളഞ്ഞത്. അല്ല സാറേ, ലമ്മ വന്നിട്ട് നൂന് പോയില്ലേ? അതൊന്നും ഉൽക്കോ എന്നിട്ടോ ചെലമെങ്ങനെയാ എല്ലാം ഉൽക്കോയിലേക്ക് കരാറ് നൽകുന്നില്ല എന്ന് മാത്രമല്ല ഇതിലേക്കും അത് എന്താക്കും പൊളിച്ചളഞ്ഞിട്ടുണ്ട്. വയക്കുപ്പോ ഐതിഹ്യം അവരെ കൈ അവർ തടുക്കുന്നുമില്ലെങ്കിൽ കിതാലിക്കും കൈ തടുക്കുക എന്ന് പറഞ്ഞാല് ഇതന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പൊ 3 കാര്യമായി. നിങ്ങൾ ഒഴിവാക്കൊന്നുമില്ല, സ്ഥലമിടാനും വരുന്നില്ല, യുദ്ധത്തിന് അവർ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെന്നായി. അപ്പൊ ഹുദൂഹം വഖ്തുലൂഹും അവർ അഹമ്മദ് ചെയ്യണം, അതിലും വേണം. അവർ എവിടുന്ന വൃത്തം കിട്ടുന്ന അവിടെ ആ കൂട്ടരുത് കണ്ടോ. അപ്പൊ ഉലായിക്കുന്നല്ലക്കും എന്നുള്ളത് എന്താണ്? മുഖാത്തബ് നോക്കിയിട്ടാണ്. ഇവിടെ മുഖാത്തബ് ജമ്മുണ്ടല്ല, ഉലായി എന്നുള്ള അവരിലേക്ക് ഇഷാറത്ത്. അൽ മൗസൂഫൂന ബിമാ ഉദ്ദ മിന സിഫാത്തിൽ ഖബീഹ, ഖബീഹായ സിഫാത്തിൽ കുറെ എണ്ണിയിട്ടുണ്ട്. ഒന്നെന്തല്ലാന്ന് ഓർ ഫിത്തിനെ ഇങ്ങനെ തട്ടിപ്പാക്കിയിട്ട് പറയും. മുസ്ലിമീങ്ങളെ കണ്ടാൽ നല്ല അന്നോടം എന്ന് പറഞ്ഞു അപ്പുറം പോയിട്ട് പറയും നമുക്കെതിരെ. മാത്രമല്ല അവർ ഫിത്തിനയിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഓർ എന്നും തയ്യാറ്. അവർ നിങ്ങൾ ഒഴിവാക്കാനും മനസ്സില്ല, നിങ്ങൾക്ക് സ്ഥലമിലും വരുമില്ല, തടയുമില്ല. എന്നാൽ അതാണ് സിഫാത്തുൽ ഖബീഹത്ത് കൊണ്ട് നമ്മൾ മുമ്പേ എണ്ണിയിട്ടുണ്ട്. അതുകൊണ്ട് മുത്തസിഫായ ആളുകൾക്ക് ജഅൽനാലക്കും അലൈഹി, നിങ്ങൾക്ക് അവർക്കെതിരായിക്കൊണ്ട് സുൽത്താനം മുബീന, വ്യക്തമായ അധികാരം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. മറ്റേതിലോ മാ ജഅലല്ലാഹു ലക്കും അലൈഹിം സബീല എന്നാണ്. ഹുജ്ജതൻ വാളിഹതൻ ഫി തഅർറുദി ലഹും ബിൽ ഖത്ലി, ഖത്ൽ കൊണ്ട് നമുക്ക് വെളിപ്പെടാം. വസ്സബിയ, അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യല് ലിദുഹൂരി അദാവത്തിഹിം, കാരണം അദാവത്ത് നമുക്ക് കൃത്യമായി മനസ്സിലായി. വൻകിശാഫി ഹാലിഹിം, അവരുടെ ഹാൽ നമുക്ക് തെളിഞ്ഞു. വഇദ്റാറിഹിം ബിഅഹ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ അഹലുകാരെ കൊണ്ട് അവർ ചെല്ലുന്ന ഉണ്ടാക്കുന്ന ശല്യവും മനസ്സിലായി. അതാണ് തീർന്നത്. ഇനി കൊലപാതകം, അതിന്റെ ഗൗരവം, അതിന്റെ ശിക്ഷ, അതൊക്കെ ഇനി പറയാൻ പോകുന്നു. ഇതെന്താ ശത്രുക്കളുമായിട്ട് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഏത് രീതിയിലാണ്, എപ്പോഴും തീവ്രതയാണോ, എല്ലാം ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി തന്നു. ഒന്നും കൊണ്ടുവന്നില്ല. وما كان لمؤمن أن يقتل مؤمنا إلا خطأ, ഒരു മുഅ്മിനും ഇല്ല, പാടില്ല. ഐ വമാ സഹലഹു വലാ ലാക ബിഹാലിഹി, ഒരു മുഅ്മിനായ മനുഷ്യനെ പറ്റുന്നതല്ല, അവൻ അനുയോജ്യമായതുമല്ല. അൻ യഖ്തുല മുഅ്മിനാൻ, ഒരു മുഅ്മിനെ കൊല്ലല്, അത്രയും ഗൗരവമേറിയ പ്രശ്നമാണ്. എങ്ങനെ കൊല്ലല്? ബിഗൈരി ഹഖ്ഖിൻ, ഹക്കും കൂടാതെ. അപ്പൊ ഖിസാസോ കോടതിയോ മറ്റും വരികയാണെങ്കിൽ അവിടെ ഹക്ക് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഘാതകൻ എന്നും പറയില്ല. ഈമാൻ എന്നുള്ളത് എന്താക്കി? കൊലപാതകത്തിനെ തൊട്ട് പിന്നെ തടഞ്ഞിട്ടുണ്ട്. ഈമാനിന്റെ കരാറാണ്. ഇല്ല ഖതആയിട്ടൊഴികെ. അങ്ങനെ 2-3 ജാതി ഉണ്ടല്ല. ഒന്ന് ഖതഉണ്ട്, മറ്റൊന്ന് അംദുണ്ട്, ശിബ്ഹ് ഖതഉണ്ട്. ശിബ്ഹ് അംദ്, അതെ ശിബ്ഹ് അംദ് ഞാൻ പറഞ്ഞു.
അന്ത് എന്ന് പറഞ്ഞാ കൊല്ലണോന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മനഃപൂർവ്വം. ഖത എന്ന് പറഞ്ഞാൽ കൊല്ലാനോ അതിനെപ്പറ്റി ഇല്ല, അബദ്ധത്തിൽപ്പെട്ടുപോയി, അത് ഖത. ഷിബ്ഹ് ഹംദ് എന്ന് പറഞ്ഞാൽ ഒന്നിലക്ക് അന്തിന്റെ ഒരു ചൊയയുണ്ട്, അതോടൊപ്പം തന്നെ ഖതയിന്റെ ചൊയ്യുണ്ട്. ഷിബ്ഹ് ഹംദ് ആദ്യം പറഞ്ഞതാണ് ഹംദ് പറ്റൂല. ഹക്കുണ്ടെങ്കിൽ ആ ഹക്കിന്റെ അധികാരികൾക്കെല്ലാം കൊല്ലാൻ പറ്റുള്ളൂ. ഇല്ലാ ഖതഅൻ ഐ ലൈസ മിൻ ശഅനിഹി ദാലിക ഇല്ലാ ഹാലൽ ഖതഇ, ഖതഇന്റെ ഹാലിൽ ഒഴികെ. പക്ഷെ ഖതഇന്റെ ഹാൽ എന്താണ്? പരിഹാരം കൊടുക്കണം. വൽ ഖതഉ എന്ന് പറഞ്ഞാൽ മാ ലാ യുഖാരിനുഹു ഇലൽ ഫിഅലി ഔ ലാ യഖ്സുദു ബിഹി സുഹൂഖു റൂഹി. ഖതഇന്റെ മാന പറയുന്നത് അതിന്റെ ഫിഅലിലേക്ക് ബന്ധമില്ല, അതുകൊണ്ട് കരുതുന്നുമില്ല. എന്താണ്? സുഹൂഖു റൂഹി, റൂഹിനെ ഒഴിവാക്കി, റൂഹിനെ വായിക്കില്ല. അപ്പൊ ചെറിയ ഒരു ചൊട്ട് അല്ലെങ്കിൽ നുള്ള്, അപ്പൊ അതുകൊണ്ട് റൂഹൻ പോകുന്ന പ്രവർത്തനം അതിലേക്ക് ചേർന്നിട്ടില്ല. കാരണം ഒരു മുസ്ലിമിനെ ഈ സഫിൽ കുപ്പാറിന്റെ സഫിൽ വെച്ചിട്ട് അവിടെ മിസാല് പറയും. അല്ലെങ്കിലോ ഒരു പക്ഷിക്ക് എറിഞ്ഞതാണെങ്കിൽ കൊണ്ടതാ വേറാക്കാം. മഅൽ ജഹ്ലി ബി ഇസ്ലാമിഹ, അവർ ഇസ്ലാമെന്ന് അറിഞ്ഞൂടാ, കുപ്പാറിന്റെ സഫിലേക്ക് എറിഞ്ഞു. റവിയ അന്ന അയ്യാശ് ബിൻ അബി റബീഅ വകാന അഖാൻ അബീ ജഹ്ലിൻ യുമ്മിഹി, അബൂ ജഹലിന്റെ ഉമ്മൊത്ത സഹോദരനാണ് ഇത് അയ്യാശ്. അസ്ലമ, അവർ മുസ്ലിമായി. വഹാജറ ഇലൽ മദീനയിലേക്ക് ഹിജ്റയും പോയി. നാട്ടുകാർ അയാളെ പഠിപ്പിക്കുമല്ല, അത് പഠിച്ചു. വദാലിക ഖബല ഹിജ്റത്തിൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിജ്റ പോകുന്നതിന് മുമ്പാണ് ഇത്. കാലക്കുട്ടി ഹിജ്റ പോയി. ഫഅഖസമതു ഉമ്മുഹു, ഉമ്മ സത്യം ചെയ്ത് ലാ തഅകുലു വലാ തശ്റബു, തിന്നൂല കുടിക്കൂല, നിരാഹാര സമരം. അല്ല, നീരാഹാര സമരമായിരിക്കോ ഇന്നത്തെ വന്നില്ലേ? പണ്ടൊരാള് പറയുന്ന പൊട്ടുകൊണ്ട് കൊടുക്കുന്ന ടോർച്ചിന്റെ ഉള്ളിലാണ് ഒരു തണലും കൊള്ളൂല. സഖഫിന് മച്ചല്ലേ, മച്ചിന്റെ കീഴിൽ നിൽക്കൂല എന്ന് വെച്ചാൽ തണല് കൊള്ളൂല. ഈ അയ്യാഴ്ച മടങ്ങി വരണം, ഭയങ്കര. അബൂ ജഹൽ പോയി, ഹാരിസ് ഇബ്നു സയ്യിദ് ഉണ്ട്, രണ്ടാള് പോയി. അല്ല, അനിയനെ കൂട്ടാൻ. ഒരു മലന്റെ മുകളിലാണ് ആരുള്ളത്? നമ്മളെ അയ്യാശ്. അവര് രണ്ടാളും മൂപ്പരോട് പറഞ്ഞ്, അലൈസ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിനത്തുർ റഹ്മ വേണോന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നില്ലേ? ഉമ്മാനോടല്ല സിനത്തുർ റഹ്മ ആദ്യം വേണ്ടുന്ന. അപ്പൊ ഉമ്മ തുമ്മുന്നില്ല, കുടിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, തണല് കൊള്ളുന്നില്ല, കൊണ്ട് വേഗം പോയിക്കോന്ന് പറയാനാ വേറെ വന്നാൽ നല്ല വയലാണ്. ഉടനെ നാട്ടിലേക്ക് പോകണം, ഉമ്മാക്ക് നല്ല ഗുണം ചെയ്യണം. നീനക്ക് ഞാൻ വാക്ക് തരുന്ന്, നിന്നെ ഒന്നിനും നിർബന്ധിക്കുന്നില്ല, ഒരു ഉപദേശം പറയുന്നത് മാത്രം. ഇന്നത് ചെയ്യണം. നീ സ്വീകരിച്ച ദീനിന്റെയും നിന്റെയും ഇടയിൽ നമ്മൾ എന്താക്കുന്നില്ല, മാറിടുന്നില്ല. വല നഹൂലു ഹത്താ നസല, അങ്ങനെന്താക്കി മൂപ്പർ കീഴൊതുങ്ങി. രണ്ടാടോടൊപ്പം പോയി. മദീനയിൽ നിന്ന് കുറച്ച് അകന്നപ്പോൾ പിന്നിലേക്ക് എന്താക്കി രണ്ട് കൈ പിടിച്ചു കെട്ടി. നമ്മളിങ്ങോട്ട് പറയുന്നതാണ് ചട്ടാപ്പുറം കെട്ടലാണ്. അങ്ങനെ ബിഹാബിലിന് ഒരു കയറ് കൊണ്ട് മൂപ്പർ അടിച്ച് ഓരോരുത്തർ 100 അടി കടിച്ചു. അല്ല, ഒന്ന് അബൂ ജഹലുണ്ട്, ഒന്നൊക്കെ പോയാളുണ്ട്. ഹാരിസിനോട് പറഞ്ഞ്, ഇത് എന്റെ സഹോദരൻ. ആര്? അബൂ ജഹല് ഉമ്മത്ത സഹോദരൻ എന്ന് പറഞ്ഞല്ലോ. ഹാരിസെ നീയാരടിക്കും? മറ്റോനെ അടിയടി. ലില്ലാഹി അലൈഹിം വജത്തുക ഖാലിയൻ എന്നൊക്കെ. നിന്നെ ഒറ്റക്ക് ഇട്ടിട്ട് ഞാൻ എനിക്ക് കൊല്ലാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഹാരിസിന്
വഖദിമാ ബിഹി അലാ ഉമ്മി, അങ്ങനെ ഏതായാലും രണ്ടാൾ ഉമ്മാന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഫഹലഫത് ലാ യഹല്ലു വസാഖഹു, ഇയാളെ കെട്ടയിക്കൂല ഹത്താ യർജി അന്നി, നാട്ടിലേക്ക് വന്നാലും വരെ ദീനെ തൊട്ട് മടങ്ങിയാലേ എന്നെ കെട്ടയിച്ചു തരുന്നു. അപ്പൊ ഉമ്മാരെ ഒരു കാര്യം പൂർത്തിയായെങ്കിലും ഒരു കാര്യം അവിടെ ബാക്കിയുണ്ടോ? ഫഫഅല ബിലിസാനിഹി, ഏതായാലും ലിസാൻ കൊണ്ട് അങ്ങോട്ട് ചെയ്ത്. മുത്മഇന്നൻ ഖൽബുഹു അലൽ ഈമാൻ, ഖൽബ് ഈമാന്റെ പോലെ തന്നെ ഉറച്ചുകൊണ്ടു ഉമ്മാനെ തൃപ്തിപ്പെടുത്താൻ. സുമ്മ ഹാജറ ബഅദ ദാലിക, പിന്നെ എന്താക്കി ഹിജ്റ പോയി. വഅസ്ലമൽ ഹാരിസു, ഹാരിസ് മുസ്ലിമായി, പണ്ട് തല്ലാൻ വന്ന ഹാരിസ്. വഹാജറ ഇലൈഹി, അങ്ങ് വഹാജറ ഓറും ഹിജ്റ വന്ന്. അപ്പൊ പലക്കയും അയ്യാഷ് പണ്ടേ ഓർമ്മ വെച്ചിട്ടില്ല. അയ്യാഷ് കണ്ടിട്ട് ഫഖത്തലഹു, ഹാരിസിനെ കൊന്നു കളഞ്ഞു. സുമ്മ അപ്പോഴാണ് എന്താക്കുന്നത്, ഹാരിസ് ഞാൻ മുസ്ലിം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പർക്ക് ഒരു കഥ വെച്ചു. ثم أخبر بإسلامه أخبر بإسلامه فأتى رسول الله صلى الله عليه وسلم فقال قتلته, ഞാൻ എന്താക്കി ഹാരിസിനെ കൊന്നുപോയിട്ടുണ്ട് നബിയെ. വലം അശ്ഉർ ബിഇസ്ലാമിഹി, ഇസ്ലാം ആയത് ഞാൻ അറിയാണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ എന്തായി, ഫനസലത്തിൽ ആയത്തിറങ്ങി, ഇത് ബോധപൂർവം കൊല്ലലില്ല. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, ഖതഅ സഗീറൻ കാന ഔ കബീറൻ, എന്തായാലും ഫതഹരീറു റഖബ, ഒരു അടിമനെ മോചിപ്പിക്കണം, അതിനെ കഫാറത്താണ്. ഫഅലൈഹി ഇതാഖു നസമത്തിൻ മുഅ്മിനത്തിൻ, മുഅ്മിനത്തായ ഒരു റഖബത്തിന്, അത് പെണ്ണാകണമില്ല, റഖബത്ത് നോക്കിയിട്ടാണ് മുഅ്മിനത്തിൻ എന്ന് പറഞ്ഞത്. മുഅ്മിനത്താ ഒരു അടിമ എന്താക്കണം, മോചിപ്പിക്കണം. ഈ മഹക്കോമം ബി ഇസ്ലാമിയ, അത് മുസ്ലിമാണെന്ന് വിധിക്കപ്പെട്ടത്. ഇത് മോചിപ്പിക്കപ്പെടുന്ന അടിമ മോമിന വഹാദ തഹരീർ ഹുവൽ കഫാറ, ഈ തഹരീർ റഖബത്തിൻ അത് കഫാറത്താണ്. കഫാറത്ത് വഹിയ ഹഖുല്ലാഹി തആല, അല്ലാഹ് കൊടുക്കേണ്ട ഹക്കാണ്. ഇനിയോ ഈ പടപ്പുകൾ കൊടുക്കാനുള്ള ഹക്കുണ്ട്. വദിയ്യത്തുൻ മുസല്ലമത്തുൻ ഇലാഹിലിഹി, ഈ കൊല്ലപ്പെട്ടവരുടെ അഹലുകാരിലേക്ക്, അയാൾ പിന്നെ ഏതായാലും വെച്ചില്ലേ, അവർ അഹലുകാർക്ക് കൊടുക്കപ്പെടാൻ ദിയത്തും വേണം. അപ്പൊ അള്ളാന്റെ ഹക്കിന് വേണ്ടി ഒരു അടിമനെ മോചിപ്പിക്കണം, ഇവർക്ക് ദിയത്തും കൊടുക്കണം. ഈ മുഅദ്ദാത്തി, മുസല്ലമത്തിന്റെ മാനയാണ് മുഅദ്ദാത്തുൻ ഇലാ വറസതിഹി, അദ്ദേഹത്തിന്റെ അവകാശികൾക്ക് കൊടുക്കേണ്ട. അയാൾക്ക് മെച്ചമില്ല, ഇത് ഇപ്പൊ അടിമയില്ല. അപ്പൊ പുറത്ത് ഭാഗമോ ഇല്ല, ഞാൻ എന്താക്കും, എന്റെ അപ്പുറത്തേക്ക് എടുക്കും. കഫാറത്തിൽ ചില മുറത്തമുണ്ടാവുമല്ലോ, ഇന്നതുണ്ടെങ്കിൽ അത് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ചെയ്യണം എന്നൊരു തർത്തീബുണ്ടല്ലോ. ഈ മൂന്നെണ്ണത്തിൽ എന്താകും, ഇറ്റക്ക് റഖബത്താണ്, പിന്നെ 2 മാസം തുടർച്ചയായി നോമ്പാക്കലാണ്, പിന്നെന്തുണ്ടാകല് 60 മിസ്കിന്മാർക്ക് ഭക്ഷണം കൊടുക്കലാണ്. ഏതാണോ ഇല്ലാത്തത് അവിടെ ഒഴിവാകും, അപ്പൊ അടുത്തേക്ക് കിടക്കും. കൊല്ലപ്പെട്ട ആള് അതെ, സഹീറിനെ കൊന്നാലും ശരി, കബീറിനെ കൊന്നാലും ഫറാത്തിന് അർത്ഥമില്ല. യഖതസിമൂനഹ, എന്നിട്ടോ ആ കൊടുത്ത ദിയ്യത്തിന് എന്താക്കും, വാരിസ്യങ്ങൾ ഓഹരി വെച്ചെടുക്കും. ഖസാഇൽ മവാരിസ്, മറ്റുള്ള മീറാത്ത്, അത് സൂറത്തുൻ നിസായിൽ തുടക്കത്തിൽ പറഞ്ഞില്ലേ. ഇല്ല അൻ യസദ്ദഖൂ എന്ന ഈ അയലുകാർ പറയും, നമുക്ക് പൈസ ഒന്നും വേണ്ടപ്പാ, എല്ലാവരും കൂടെ ബന്ധപ്പെട്ടെടുത്താൽ പൈസയിൽ രക്ഷപ്പെട്ടു. പക്ഷെ അല്ലാതെ ഹക്ക് ഒഴിവാക്കില്ല. ഈ ദിയത്ത് വാരിസ്യങ്ങളെ ഹക്കാണ്. അത് വേണ്ടാന്ന് നോക്കാൻ അവർക്ക് അവകാശമുണ്ട്. അടിമനെ മോചിപ്പിക്കൽ അങ്ങനെയല്ല, അത് അള്ളാന്റെ ഹക്കാണ്. ഔലിയാക്കൾ, ഇത് കറാമത്ത് കണ്ടുന്ന ഔലിയല്ല പറഞ്ഞു. ഇതിന്റെ മരണപ്പെട്ട ആളുടെ മാപ്പാക്കല് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടാന്ന് നോക്കലോട്ടൊന്നും ഒഴിവ് കിട്ടൂല. തഹരീര് വേണ്ടാന്ന് തന്നെ നടക്കില്ല. ദിയത്ത് ബദലുൻ നഫ്സ്, ഈ നഫ്സിന്റെ ബദലാണ്, ഈ കൊല്ലപ്പെട്ട നഫ്സിന്റെ. വഹിയ ഫിൽ ഖതഇ, അത് ഖതയിലാണെങ്കിൽ മിനൽ ദഹബി, സ്വർണം കൊടുക്കുകയാണെങ്കിൽ അൽഫ ദീനാർ കൊടുക്കണം, നല്ല പൈസ.
വമിനൽ ഫില്ലത്തിലാണെങ്കിൽ അശറത്തു ആലാഫത്തിന് 10,000 ദിർഹം കൊടുക്കണം. അപ്പൊ നേരെ 10 ഇരട്ടി. വെള്ളിക്ക് വില കുറവല്ല. വഹി അലൽ ആഖിലത്തി, ആഖിലത്ത് എന്ന് പറഞ്ഞാൽ ഈ കൊന്ന ഘാതകന്റെ കുടുംബക്കാരിലെ വല്ല ഉണ്ടായി. ചിലപ്പോ ഇയാൾക്ക് കഴിഞ്ഞോളന്നില്ല, എല്ലാവരും കൂടെ സഹകരിക്കുക. അത് അഫിൽ ഖതയിലെ വഹും, ആരാണ് ഈ ആഖിലത്ത്? ബുദ്ധിജീവി എന്നല്ലേ? ഇഖ്വത്തും ബനുൽ ഇഖ്വത്തും, സഹോദരന്മാരും സഹോദരന്മാരുടെ മക്കളും. വൽ അമാമ്, അമ്മുണ്ട്, ബനുൽ അമാമുണ്ട്. അതാ കുടുംബക്കാർ. വയക്കൂനുൽ ഖാതിലു, ഖാതിലായിരിക്കും കബാഹിദിൽ ആക്കൽപ്പെട്ട ഒരാൾ. അപ്പൊ അവന്റെ പൈസ ഓന് കൊടുക്കേണ്ടി വരും. ഇത് മൊത്തത്തിൽ പൈസ തേക്കണ്ടേ? ഈ തേക്കണം എല്ലാം കൂടെ ആക്കുമ്പോ എന്താക്കും? ഈ ഘാതകൻ ഉൾപ്പെടെ എല്ലാവരും ആക്കിലത്തിൽപ്പെട്ട, അതായത് ഇഹ്മാത്തും അമാമും ഓറയും ഓറയും മക്കളും എടുത്തതുപോലെ എടുക്കണം. ഇനി ഈ സുമ്മിയത്തിൽ ദിയ്യത്ത് ഉണ്ടല്ലോ, ഈ ഇതിന് അക്കില് എന്ന് പേര് വന്നൊന്നുണ്ടാകുന്നു. ഇനി ഒരു ചോര ഒലിപ്പിക്കലിനെ തൊട്ട് തടഞ്ഞു നിർത്തും. പ്രശ്നം തീർന്ന്. പൈസ 1000 ദീനാർ കൊടുത്തിന് എന്താക്കിയ ഒത്തത്. ഇനി ഒരു ചോര പദ്ധതിക്കാരൻ എടുക്കലില്ല. ചോര ഒലിപ്പിക്കലിനെ തൊട്ട് തടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതിന് അക്കില് എന്ന് പേര്. ഏത് പറഞ്ഞില്ല പണ്ടേ ഫിത്ന പറയുമ്പോൾ അനഫിയത്താ പറയാ. ചില സ്ഥലത്ത് ഇന്ധനാന്ന് പറയും, ചില സ്ഥലത്ത് ഒന്നും പറയൂല. അപ്പം ഇതുണ്ടായ ഒരു മോമിന് ഖതആയിട്ട് വന്നതിന്റെ നടപടിയൊക്കെ പറഞ്ഞു വന്നതാണ്. ഒന്ന് അള്ളാഹുമായി ബന്ധിക്കുന്ന തഹരീർ റഖബത്ത്, മറ്റൊന്ന് കുടുംബക്കാരുമായിട്ടുള്ള ദിയത്ത്. ഇനി فإن كان من قوم عدو لكم وهو مؤمن, فإن كان എന്ന് പറഞ്ഞാൽ ആര്? മഖ്തൂൽ, കൊല്ലപ്പെട്ട വ്യക്തിയായി. മിൻ ഖൗമിൻ അദുവ്വിൻ ലക്കും, നിങ്ങളെ അദുവിൽപ്പെട്ട ഒരാളായി. കുഫാരിൻ മുഹാരിബിൻ, നിങ്ങളുടെ യുദ്ധത്തിന് വന്ന് എതിർകക്ഷി എന്നറിയാം. എത്തരത്തിൽ വഹുവ, ഇവനാണെങ്കിലോ മോമിനാണ്. വലം യഅലം ബിൽ ഖാതിലു, ഖാതിലു എനിക്ക് അറിഞ്ഞൂടാ. കുഫാറിന്റെ പക്കത്ത് നിന്നാണ് വന്നത്, മോമിനാ വന്നത്, കൊല്ലപ്പെട്ടത്. എന്തുകൊണ്ടാണ് ചെയ്യാന്നത്? ഈ കൗനിഹി ബൈന അദ്ഹുരി ഖൗമിഹി, ഖൗമിന്റെ ഇടയിലായതുകൊണ്ട്. ഖതയിന്റെ മറ്റൊരു രൂപം പറഞ്ഞു വന്നത്. അങ്ങനെ വന്നാൽ ഫതഹരീറു റഖബത്തിൻ മുഅ്മിന, നേരത്തെ പറഞ്ഞ മാതിരിയുള്ള മുഅ്മിനത്തായ റഖബത്തിന്റെ തഹരീർ പിന്നെയും വന്നു രണ്ടാമത്തെ സൂറത്തിലും. ഫഅല ഖാതിലിഹി അൽ കഫാറത്തു, കഫാറത്ത് വന്നു. ദൂന ദിയത്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതിൽ ആ വറാസത്ത ബൈനഹു ബൈന അഹ്ലിഹി, ദിയത്ത് കൊടുക്കേണ്ടതായിരിക്കാന്ന് ഈ അദുവായ കൗമിനല്ലേ അവൻ പൈസ കൊടുത്ത് ചോറപ്പോറ്റണ. മനസ്സിലായില്ല? കുഫാറാണ്. അവിടെ ദിയത്തൊഴിമയി അള്ളാന്റെ ഹക്ക് മാത്രം. ഇനി മൂന്നാമത്തെ സൂറത്ത് وَإِنْ كَانَ مِنْ قَوْمٍ بَيْنَكُمْ وَبَيْنَهُمْ مِيثَاقٌ وَإِنْ كَانَ أي على المقتول المؤمن, മുഅ്മിനായി കൊല്ലപ്പെട്ട വ്യക്തിയായി മിൻ ഖൗമിൻ കഫറത്തിൻ, കുഫാറുകളായ ഖൗമിൽ. എങ്ങനത്തെ ഖൗം? ബൈനകും, നിങ്ങളുടെയും ഇടയിലും, വബൈനഹും, കുഫാറിന്റെ ഇടയിലുള്ള മീസാഖുണ്ട്. മൂന്നാമത്തെ സൂറത്ത് ഐ അഹദുൻ മുഅഖത്തുൻ ഔ മുഅബ്ബദുൻ, ഇത്ര കൊല്ലത്തേക്ക് യുദ്ധമില്ലാതെന്താക്കും? മുഅഖത്തായിട്ട് വെക്കും. അല്ലെങ്കിലോ കാലാകാലമില്ല, നിരുപാധികം കാലാകാലം യുദ്ധമില്ലാതെ മീസാഖ് പാസാക്കി. അങ്ങനെ എന്തുണ്ടായാലേ ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലിഹി, അപ്പം ദിയത്ത് കൊടുക്കണം. എങ്ങനത്തെ ദിയത്ത്? അതിന്റെ അഹലുകാർക്ക്. ആർക്ക്? മിൻ അഹ്ലിൽ ഇസ്ലാം, മുസ്ലിമീങ്ങളായ കൂട്ടരുണ്ടെങ്കിൽ. അതാ ഇംബുജിതു ഉണ്ടില്ല മറുവശത്ത്. അപ്പൊ ദിയത്ത് എന്താക്കും? ചിലപ്പോ ചുരുങ്ങിയിട്ട് വീഴുന്നർത്ഥം. ഒപ്പാറുകൾക്ക് ഇരിച്ചില്ലല്ലോ മുസ്ലിം ഉണ്ടെങ്കിൽ. തഹരീറിലൊക്കെ പറ്റി മോമിന. അപ്പൊ 3 സ്ഥലത്തും നിന്നിട്ട് തഹരീറുണ്ട്. അത് കമാഹുൽ മുസ്ലിമീൻ. 3 സ്ഥലത്തും തഹരീറിലൊക്കെ പറ്റുന്നുണ്ട്. മറ്റൊന്നില് തഹരീർ മാത്രമേ ഉള്ളൂ, ദിയത്തില്ല. എന്നിട്ട് മറുവശം പൂർണ്ണമായ കുഫാറാണ്. മുസ്ലിമീങ്ങളും കൂടെ കൂടിക്കിടന്നതാണെങ്കിൽ അതിനനുസരിച്ച് ദിയത്ത് വന്നു. ഇനി ദിയത്തിന്റെ 1ാം ഘട്ടമാണ് ഈ പറഞ്ഞത്. ഇനി ഫമല്ലം യജിദ്,
ആ തഹരീറിന് വേണ്ടിയിട്ട് റഖബത്തിനെ മുഅ്മിനത്തിനെ കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ബിഅല്ലം യംലിക്ഹ, അതിനെ മിൽക്കാക്കുന്നില്ല. വലാ സമനഹ, അതിന്റെ സമനും മിൽക്കാക്കുന്നില്ല. ഫാദിലൻ അൻ നഫഖതിഹി വ നഫഖതി ഇയാലി, അവന്റെ സ്വന്തം ചെലവും അതുപോലെ തന്നെ ഇയാലിന്റെ ചെലവും കഴിച്ചിട്ട് ബാക്കിയുണ്ടാണ്ട് കിട്ടുന്നില്ലെങ്കിൽ അതിന് പകരം പറഞ്ഞു. ഇതാണ് മുറത്തബ് എന്ന് പറയുന്നത്. ഹജ്ജിന്റെ വിഷയത്തിൽ കാണാല മുറത്തബ്. തമത്തുഇന്റെ ഫിദിയ എങ്ങനെയാന്ന്? മുറത്തബ്. എന്താ രണ്ട് കാര്യമുള്ളൂ. എന്നല്ല രണ്ട് കാര്യം ഒത്തിരി പഠിച്ചല്ലേ. ഒന്ന് 60. ഒമല്ലം ജഹിദാണെങ്കിൽ വസിയാമു സലാസത അയ്യാമിൻ ഫിൽ ഹജ്ജി വസബഅത്തിൻ ഇദാ റജഅതും തിൽക അശറത്തുൻ കാമില. 10 നോമ്പ്. 3 + 7. ചിലതുണ്ടാകും മുഖയ്യർ ഉണ്ടാവുക, ഏതും ചെയ്യാം. എവിടെയാണ് മുഹറമാ മുടി കളഞ്ഞ മസലാൻ മുടി കളഞ്ഞ വെച്ചില്ല. ഫഫിദിയത്തുൻ മിൻ സിയാമിൻ ഔ സദഖത്തിൻ ഔ നുസുക്. അവിടെ എന്താണ്? മുഖയ്യറ. അങ്ങനെയാണെങ്കിൽ അലൈഹി സിയാമു ശഹ്റൈനി മുതതാബിഐനി, തുടർച്ചയായ 2 മാസം. അതെന്താകും? അറബി മാസം നോക്കുന്നു. അപ്പൊ തുടച്ചുമ്പോ ചിലപ്പോ 29 + 29 ആകാം. 58 നോമ്പാകും. അല്ലെങ്കിൽ 1 29 മറ്റൊന്നോ 30 ആകാം. അല്ലെങ്കിൽ 30 + 30 ആകാം. വൈജാബു തതാബു, ഇവിടെ തതാബു എങ്ങനെ വാജിബാക്കിയെന്ന് എങ്ങനെ നൂറ്റി നിർത്താൻ പോലെ. അത് യദുല്ലു അലാ അന്നൽ മുകഫിറ ബിസ്സൗമി ലൗ അഫ്തറ യൗമൻ ഫീ ഖിലാലി ശഹ്റൈനി ഫഅലൈഹി അൽ-ഇസ്തിനാബ്. എന്തുണ്ട്? ഈ മുകഫിർ എന്ന് പറഞ്ഞ കഫാറത്ത് കൊടുക്കുന്ന വ്യക്തി എന്തുകൊണ്ട് കഫാറത്ത് കൊടുക്കുന്നത്? ബിസ്സൗമി, നോമ്പ് ഉപയോഗിച്ചുകൊണ്ട് കഫാറത്ത് കൊടുക്കുന്ന വ്യക്തി ലൗ അഫ്തറ യൗമൻ, ഒരു ദിവസം മുറിച്ച് എന്തായി? തതാബുആയി പോയി. ഫീ ഖിലാലി ശഹ്റൈനി ഫഅലൈഹി അൽ-ഇസ്തിനാബ്, അപ്പോൾ തലക്കുന്നതിന് തുടങ്ങണോ? അപ്പൊ ശറയ്യ നടത്താണെങ്കിലോ എവിടെ പെരുന്നാൾ കുടുങ്ങി, അല്ലെങ്കിൽ ഹൈദ് വന്നാലോ അത് നേരത്തെ തന്നെ അള്ള ലീവ് കൊടുത്തല്ലേ. അപ്പൊ ഇവ മുറിച്ചിട്ടില്ലല്ല, അതല്ലേ? അതാ ഇല്ല മുറിച്ചത് ഹൈദ് കൊണ്ടോ നിഫാസ് കൊണ്ടോ അതുപോലെ ശറയ്യ തടസ്സമുണ്ട്. മിമ്മാ ലാ യുംകിനുൽ ഇഹ്തിറാസു അൻഹു. അപ്പൊ രോഗം നോമ്പോണ്ട് മുറിച്ചിട്ട് കഴിയാത്ത നോമ്പാണെങ്കിൽ റമദാനിൽ ഒരു കുറച്ച് ആൾക്കുണ്ടാവും. അത് മദ്ഹബിൽ വ്യത്യാസം ഉണ്ടാവും. ഷാഫി മദ്ഹബിൽ എങ്ങനെയാണ്? ശറയ്യായ മാനയുണ്ടെങ്കിൽ തത്താബഴം മുറിയൂല. നോമ്പുണ്ട് അങ്ങനെ മറക്കലല്ലോ. അല്ലെങ്കിൽ മൂപ്പത് പറഞ്ഞത് മിമ്മാ ലാ യുംകിനുൽ ഇഹ്തിറാസു അൻഹു എന്നാ പറഞ്ഞു. ഇഹ്തിറാസ് സാധ്യമല്ലാത്തത് എന്നാ പറഞ്ഞു. മറവിക്കാൻ ഇഹ്തിറാസ് സാധിക്കൂലേ? എയർപോർട്ടിൽ പോകുമ്പോൾ ഒന്നും മറക്കുന്നില്ലല്ലോ. ഇന്ന ദിവസം പോകണമെന്നിട്ട് കറക്റ്റ് ടൈം എത്തുന്നില്ല, പ്ലെയിൻ നഷ്ടപ്പെടുന്നില്ല, ടാക്സി നഷ്ടപ്പെടുന്നില്ല, അക്കില്ലുണ്ടല്ലോ പറയുന്നു. മൂന്നാമത്തെ സൂറത്തിൽ ആദ്യം ദിയത്താ പറഞ്ഞു, മറ്റേ ഫസ്റ്റ് അതിലെന്തെങ്കിലും എന്താ മറ്റേ ആദ്യത്തെ അരികളൊക്കെ പറഞ്ഞു. ഹദമിന്റെ ഹക്കാണ് ബുദ്ധിച്ചത്. നോക്കണമെന്നില്ല. ശറയ്യ തടസ്സങ്ങളാണെങ്കിൽ തത്താബിന്ന് വിളിക്കൂല അല്ലേ? അപ്പൊ 2 ഓപ്ഷൻ വന്നു. പിന്നൊന്നുണ്ട് ഇത്ഹാമു സിത്തീന മിസ്കീനല്ലേ വരേണ്ടത്. അത് ഇവിടെ പറഞ്ഞു കാണുന്നില്ലെന്നാണ്. റമദാനിന്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നിഹാറിന്റെ അവിടെയും പറഞ്ഞിട്ടുണ്ട്. അതാ പറയുന്നത് വൽ ഇത്ഹാമു ഗൈറു മശ്റൂഉൻ ഫീ ഹാദിഹിൽ കഫാറ. ഈ കൊലപാതകത്തിന്റെ കഫാറത്തിൽ ഇത്ഹാമു മശ്റൂആയിട്ടില്ല. ഇത്ഹാമു സിത്തീന മിസ്കീന എന്ന് പറഞ്ഞില്ലേ? അതാ ഇത് അല്ലാഹുവിന്റെ വക്കൽ നിന്നുള്ള തൗബയാണ്. ഐ ശറഅ ലക്കും ദാലിക തൗബതൻ. തൗബതൻ എന്നത് ഹാലാൻ. ഇതിന്റെ ഇത് ശറഅക്കപ്പെട്ടത് അള്ളാഹുവിന്റെ വക്കൽ നിന്ന് തൗബയായ സ്ഥിതിയിലാകുന്നു അല്ലേ? തൗബ എന്ന് പറഞ്ഞാൽ ഐ ഖബൂലല്ല, തൗബന്റെ സ്വീകരണമാണ്. ഏത് ആക്സിഡന്റ് കത്തത്? അതെ, ആക്സിഡന്റ് കത്തല്ല അല്ലേ? അല്ല ഇവന് എന്തെങ്കിലും
കസ്റ്റ് വെച്ചിട്ടുണ്ടോ നോക്കണം. പിന്നെ അല്ലെങ്കിൽ കൊന്നു തന്നാൽ ഇന്നത് ഏതാന്നൊരു കൊട്ടേഷൻകാരുണ്ടാവും വണ്ടി പിന്നാലെ ഓടിച്ചില്ലേ. അവിടെ ഇതില്ല, ഓടിക്കുന്ന ആൾക്ക് ഓടിക്കാൻ അധികാരമില്ലല്ലോ. പഠിക്കാത്ത ആൾ ഓടിച്ചാൽ അങ്ങനെ. പഠിക്കാത്ത ആൾ ഓപ്പറേഷൻ ചെയ്തോട്ടാ കത്തലിന്റെ ശിക്ഷ വരൂലേ? എന്റെ പേർക്കും പിള്ളേരുണ്ട്. പണ്ട് മുജാഹിദീങ്ങൾ മുജത്തഹിദീങ്ങളായ മാതിരി ഉണ്ടാവും. നമ്മളൊക്കെ പേർക്കുണ്ട് മുസാഫ കിതാബുണ്ട്, പിന്നെ ഹദീസിന്റെ കിതാബുണ്ട്. നമുക്ക് ഓപ്പറേഷൻ അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് ബ്ലേഡ് നമ്മളെടുത്തേണ്ടത് ഉച്ചക്ക കൊലക്കുറ്റത്തിന് വിധേയമോ? ഈ പറഞ്ഞ കത്തുവല്ല കണ്ടന്നെ. അള്ളാഹ് ലാക്കുണ്ടല്ലോ. ഖത്തറിൽ ഇത്ര നേരം പറഞ്ഞ ഖത്താണല്ലോ തുടങ്ങിയത്. അല്ല അന്തിനാ കൊല്ലപ്പെടല്ലേ? അള്ളാന്റെ ഹക്ക് അവിടെ നിലനിൽക്കും. അല്ല അതും വരുമോ? അതെ, അതൊക്കെ ഫിഖിന്റെ കിതാബിൽ വിശാലമായതുണ്ട്, ജിനായത്തിന്റെ ബാബിൽ വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം നടപ്പിലില്ലാത്തതുകൊണ്ട് ഫിഖ് വെട്ടിച്ചുരുക്കി ഏതാനും പേജിൽ ഒതുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഏതാനും ചടങ്ങുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി. അതിനോടൊന്നുമില്ലല്ലോ. അതൊന്നും കൊടുക്കലുണ്ടാവില്ല. ഇൻഷുറൻസ് പൈസ കിട്ടുന്നു കമ്പനിക്കാർ ബുദ്ധിമുട്ടാണ്. അയാൾ മരിച്ചിട്ടില്ല എന്ന് തീർന്നാ മതി. പക്ഷെ അത് സ്ഥാപിക്കപ്പെടണമെങ്കിൽ ഒരുപാട് മേഖല കടന്നിട്ട് അവസാനം ഒന്നുമില്ല എന്നാണ്. എത്ര വില എല്ലാവരും കണ്ട കൊലപാതകം തന്നെ കൊന്നിട്ടില്ല, അയാളൊന്നും ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞു. ഗോപന ജാമ്യം കിട്ടി എങ്ങനെയൊന്നും അങ്ങനെ പെണ്ണ് മിച്ചിട്ടുമില്ല, അയാൾ കൊന്നിട്ടില്ല. ലോകത്തൊട്ടാകെ കാറ്റം വെച്ചല്ലേ. പിന്നെ തീവണ്ടി പറഞ്ഞു അത് കാറ്റത്തെ പാറിപ്പോയതാണ്, കടലുണ്ടി പോയില്ലേ. ചങ്ങല പൊട്ടിച്ച് ഒരു കാറ്റടിച്ച് അപ്പൊ ഒറ്റ ഓർഗ മാത്രം പൊട്ടി പോലും പൊയിലേക്ക് വിടുന്നു. കിട്ടില്ല. തൗബത്തൻ മിനല്ലാഹി എന്ന് പറഞ്ഞ വാക്കെന്താന്ന്? തംബീഹുൻ അലാ അന്നഹു കാന മുഖസ്സിറൻ ഫീ തർക്കിൽ ഇഹ്തിയാത്ത്. ഇഹ്തിയാത്ത് ഉണ്ടല്ലോ, അത് ഉപേക്ഷിച്ച വിഷയത്തിൽ ഇവനെന്തായിട്ടുണ്ട്? ഒരു മുഖസ്സിറായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ തൗബ കൊടുക്കേണ്ടി വന്നത്. അപ്പൊ അള്ളാഹു എടുക്കൽ ഇവനെന്താ ഇവിടുത്തരം കുറ്റക്കാരനായിട്ടുണ്ട് അത്താണെങ്കിലും. വകാന അല്ലാഹു അലീമൻ ബിഹാലിഹി ഐ ബിഅന്നഹു ലം യഖ്സിദിൽ ഖത്ല. ഖാതിലിനെ ഉദ്ദേശിച്ചിട്ടില്ല. വലം യതഅമ്മദ ഫീഹി, അതിൽ അന്തൊന്നും പ്രവർത്തിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആലക്ക് അറിയാം. ഹകീമൻ ഫീമാ അമറ ഫീ ശഅനിഹി, അതിന്റെ കാര്യത്തിൽ അല്ലാഹു കൽപ്പിച്ച ഈ വിധികളുണ്ട്, അതിൽ ഹകീമാണ്. ഇനി തഅമ്മുദിന്റെ വിഷയം പറയും. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദാ, ഒരു മുഅ്മിനായ മനുഷ്യനെ കൊന്ന് മുതഅമ്മിദായിട്ട് ഹാലകോനി ദാലിക്കൽ ഖാതിലി മുതഅമ്മിദൻ. അപ്പൊ മുതഅമ്മിദൻ എന്ന് ഹാലാണ്. ആരെ? യഖ്തുലുന്റെ ഫായിലിൽ നിന്ന്. ഫീ ഖത്ലി ഐ ഖാസിദൻ, ഖാസിദായി ഗൈർ മുഖ്തി ഖതഅല്ല. റവിയ അന്ന മഖീസൽ ഖത്താനി കിനാനി കാന ഖദ് അസ്ലമ ഹുവ വഅഖൂഹു ഹിശാം. അവരും അവരുടെ സഹോദരൻ ഹിശാമും എന്താക്കി? മുസ്ലിമായി. ഫവജദ അഖാഹു ഖതീലൻ ഫീ ബനി നജ്ജാർ, സഹോദരനെ കൊല്ലപ്പെട്ടതായി കണ്ട് ബനു നജ്ജാറിൽ, മദീനത്തെ കബീലയാണല്ലോ ബനു നജ്ജാർ. ഫഅതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അടുക്കിലേക്ക് പോയിട്ട് ഫദക്കറ ലഹുൽ ഖിസ്സ, ഇങ്ങനെ സഹോദരനെ കൊല്ലപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വിവരം പറഞ്ഞു. ഫഅർസല അലൈഹി സ്വലാത്തു വസ്സലാം അയച്ച് മഅഹു സുബൈർ ബിൻ അയാദിൽ ഫിഹ്ന വകാന മിൻ അസ്ഹാബി ബദർ, ഒരു ബദരീങ്ങളിൽപ്പെട്ട ആളാണ്. ആര്? സുബൈർ ബിൻ അയാദ്. വകാന ഇല ബനു നജ്ജാറിലേക്ക് അയച്ചു. ഈ കൊലപാതകം നടന്ന നാട്ടിലല്ലോ അവിടത്തേക്ക്. യാമറുഹും, അവരോട് കൽപ്പിക്കുന്നു ബി തസ്ലീമിൽ ഖാതിലി ഇലാ മഖീസ്, ഖാതിലിനെ എന്താക്കണം? മഖീസിനെ ഏൽപ്പിക്കണം. സഹോദരനാണ്. അപ്പൊ ഹിശാമ ഇപ്പൊ കൊല്ലപ്പെട്ടത്.
ലിയഖ്തസമിന്നു അതിന് കിസാസ് എടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് ഈ നലിമു കാത്തിലിനെ അറിഞ്ഞാലും ആരെങ്കിലും പിടിച്ചുകൊണ്ടപ്പോക്കല്ല. അറിയുന്നില്ലെങ്കിൽ ദിയത്ത് കൊടുക്കണമെന്ന് കൽപ്പിച്ചു. കാത്തിലിനെ കാണാനേ ഇല്ല. അവർ പറഞ്ഞു അള്ളാഹു റസൂൽ കൽപ്പിച്ചത് നമ്മൾ കേട്ട് അനുസരിക്കാം. മാ നഅലമു ഖാതിലൻ ഖാതിൽ നമുക്ക് അറിയുന്നില്ല. വലാകിന്നാ നുഅദ്ദി ദിയതഹു ദിയത്ത് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഫഅതഹു ബിമിഅത്തിൻ മിനൽ ലിബിൽ 100 ഒട്ടകത്തിന് കൊണ്ടുവന്നു കൊടുത്തു. ഫൻസറഫ റാജിഈന ഇലൽ മദീനയിലേക്ക് മടങ്ങി വന്നു രണ്ടാളും. ഹത്താ ഇദാ കാന ബിബഅദി തരീഖ് ബഅദു തരീഖിൽ എത്തിയപ്പോൾ അത്തശൈത്താനു മഖീസൻ ശൈത്താൻ എന്താക്കി മാക്കീസിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞ് 100 ഒട്ടകന്മാരെ നീ പൊരുത്താക്കിയെന്ന് പിടിക്കേണ്ടവനാ എന്താ തക്കമ്പോലെ ദിയത്ത് അഖീക്ക നിന്റെ അഖിന്റെ ദിയത്തും വാങ്ങിയിട്ട് ഇപ്പൊ തക്കോന മസബത്തൻ അലൈക് നിനക്ക് ഒരു ആക്ഷേപമാക്കുന്നല്ലേ. അയ്യ ആറാൻ മസബത്തിന്റെ മാന ആറ്. പിന്നെ ഫിഹിരിയ ആ ഫിഹിരിനെ കൊല്ലണോന്ന് പറഞ്ഞു. അല്ലാതെ ഈ മാക്ക നിന്റെ കൂടെയുള്ള ഫിഹിരിനെ കൊല്ലണോ. അല്ല സുബൈർ ബിൻ ഇയാദിൽ ഫിഹിരനെ അയച്ചത് മൂപ്പർ കൊന്നിട്ടല്ലോ, നിരപരാധിയല്ലേ. അപ്പൊ തക്കോനു നഫ്സും മക്കാന നഫ്സിൻ. അപ്പൊ നിന്റെ സഹോദരൻ നഷ്ടപ്പെട്ട വകയിൽ നഫ്സിന്റെ ഒരു നഫ്സിനെ കൊന്നു. അപ്പൊ യഥാർത്ഥത്തിലുള്ള ഉത്തരവാദിയല്ല ഇപ്പൊ കൊല്ലുന്നത്. ദിയത്തു ഫദിലത്തൻ ദിയത്ത് നിന്റെ കൈമിൽ ഉണ്ടായും ചെയ്യും. അങ്ങനെ ഒരു പാറ കഷ്ണം എടുത്തിട്ട് എന്താക്കി ഈ സുബൈറിനെ എറിഞ്ഞ് തല പൊട്ടിയിട്ട് ഫഖത്തലഹു കൊല്ലു. 100 ഒട്ടകില്ലേ അതിൽപ്പെട്ട ഒന്നിനെ അവിടെ പുറത്ത് കയറിയിട്ട് വസാക്ക ബഖിയ്യതഹ 100 ഒട്ടക 99 തെളിച്ചുകൊണ്ടപ്പോൾ 100 ഒട്ടകല്ലേ ഇപ്പൊ ദിയത്ത് കിട്ടിയത്. ഇതാ മക്കയിലേക്ക് കാഫിലൻ മതം മാറി. വഹുവ യഖൂലു ഖതൽതു ബിഹി ഫിഹ്റൻ വഹമൽതു അഖല ശറാഅത ബനിൻ നജാരി. അങ്ങനെ വലിയ ശരങ്ങിനൽപ്പോ صراط بني النجار أصحاب قارعي وأدركت خاري فالتجأت صلاة وتسليم النشرة قتلت به فهرا وحملت عقله صراط بني النجار أصحاب قارعي وأدركت خاري واتجعت موسدا وكنت إلى الأوثان أول راجعين. അയാൾ പാട്ട് പാടി. എന്റെ സഹോദരന് പകരമായിട്ട് ഫിഹിറിനെ കൊന്ന്. ഫിഹിരി എന്നാണ് ശരിക്കും പറഞ്ഞാല് സുബൈറാം. എന്നിട്ടോ ആ കിട്ടിയ ദിയത്ത് ഞാൻ ഏക്കുകയും ചെയ്തു. രണ്ടും കിട്ടിയല്ല. സറാത്ത ബനിന്നജാറിലുള്ള ഒരു നേതാവാന്ന് കാര്യം കൊല്ലപ്പെട്ടാണ് ഫിഹിറൻ എന്ന് പറഞ്ഞു. പിന്നെ കാര്യേഷം പാടുടെയാണ് ഓറാത്തിന് യോദ്ധാവെന്ന് പറഞ്ഞില്ലേ. വാദറക്ട് സാരി അതിന്റെ പ്രതികാരം ഞാൻ വിട്ടെന്നിട്ടോ ചേർത്തും മസ്ജിദൻ നല്ല സമാധാനപരമായിട്ട് ഞാൻ എന്താ കിടന്നുറങ്ങി. ഞാൻ അവസാനിലേക്ക് മടങ്ങി വരുന്ന ആദ്യത്തെ ആളാണ്. അവസാനം നിന്ന് പിരിഞ്ഞു പോയാല് ചുരുക്കത്തിൽ കുഫ്രത്തിലേക്ക് മടങ്ങി. ഇനി പറയുന്നത് എന്താണ് ഹന്തായാല് ജഹന്നമു അതിന്റെ ജസാ ജഹന്നമാണ് ഖാലിദൻ ഫീഹാ അതിൽ ഖുലൂദായിക്കൊണ്ടിട്ട്. അപ്പൊ ഖുലൂദ് അപ്പോ അഹ്ലുസുന്നത്തിന്റെ മദ്ഹബ് പ്രകാരം എന്തുണ്ട് ശിർക്കല്ലാത്ത കബായിലുകളെ കൊണ്ടൊന്നുണ്ടാവില്ല ഖുലൂദ് ഉണ്ടാവൂല എന്നാണ്. അപ്പൊ ഇയാള് തഅമ്മുദായിട്ട് കൊന്നാൽ എന്തായി ശിർക്കല്ലാത്ത കബീറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഖുലൂദ് വന്നില്ലേ. ഇവിടെ മുഅ്തസിലാക്കളെ പിടിക്കൂ. മുഅ്തസിലാക്കളെ പറയുന്നത് എന്താണ് ശിർക്കല്ല വേറെ കബീറത്ത് ചെയ്താൽ ഖുലൂദുന്നാർ ഉണ്ടെന്നാണ് ഓരോ മദ്ഹബ്. അവർക്ക് തെളിവാവും. നോക്കാം അല്ലദീ യസ്തഹിഖുഹു ബിജനായത്തി അവന്റെ കുറ്റത്തിന് അർഹമായ ജസാ എന്താണ് ജഹന്നമാണ് ഖാലിദൻ ഫീഹാ
كأنه كلا فجزاؤه أن يدخل جهنم خالدا فيها ني കാലാകാലം ജഹന്നമിൽ കിടക്കലാണ് അവന് കൊടുക്കേണ്ട ശിക്ഷ. അപ്പൊ ഖദിബല്ലാഹു അലൈഹി, അള്ളാഹുവിന്റെ ഖദബ് അവന്റെ മേലിലുണ്ട് അല്ലേ. അപ്പൊ ഖദിബ എന്ന് പറഞ്ഞാൽ ഇൻതഖമ മിന്ന, അവനെ ശിക്ഷിച്ചു എന്ന അർത്ഥത്തിനാണ്. അതിനാ പറയുന്നത് ഖദിബ എന്നുള്ളത് എന്തെങ്കിലും അനിഷ്ടമായ കാര്യങ്ങൾ കാണുമ്പോൾ കൽബിലുണ്ടാക്കുന്ന രക്തം ഓടലാണ്. അത് അള്ളാഹ് പറഞ്ഞ ഹാദിസിന്റെ സിഫത്താവും. ഹാദിസിന്റെ സിഫത്ത് വന്നാൽ എന്താക്കണം? തഹ്വീലോടെ ഇൻതഖമ മിന്നു വലഅനഹു അയ അബ്അദഹു അനിർ റഹ്മ, റഹ്മത്തിനെ തൊട്ട് ദൂരി. അപ്പൊ 3 ശിക്ഷയുടെ കിട്ടി അല്ലേ. ബിജാലി ജസാഇഹി മാ ദുക്കിറ വഅഅദ്ദ ലഹു ജഹന്നമിൽ അദാബുൻ അദീമും, അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുണ്ട്. അദാബുൻ അദീം ലാ യുഖാദിർ ഖദ്റഹു, അതിന്റെ ഖദ്ർ നമുക്ക് കണക്കാക്കാനൊന്നും കഴിയൂല. ഇതുണ്ടാ. അപ്പം ഈ നാഹിറായ കാര്യത്തിൽ ഇപ്പൊ എന്തായിന്നറിയോ, മാറ്റത്തിലേക്കളെ പറഞ്ഞ പോലെ ആയി മാറി. അതിന് അഹ്ലുസുന്നോട് ഇപ്പോഴത്തെ ബോർഡ് വെക്കുന്ന പാർട്ടിയും മെമ്പർഷിപ്പും വിളിക്കുന്ന ഒന്നല്ല ഉദ്ദേശിക്കുന്നത്. ഖത്തലിന്റെ സ്ഥാനത്ത് എവിടെ പറഞ്ഞിട്ടുണ്ട്? കുത്തിബാലിക്കും കിസാസത്തെ അൽബക്കറെ തന്നെ ഉണ്ടാവും. മോദി കഴിഞ്ഞത് നമ്പർ വേണം. കുത്തിബാലിക്കുമ്പോൾ ഖിസാസ് ഫിൽഖത്തിലല്ലേ. നമ്പർ പിടിച്ചിട്ടാണ്. ഇരുപത്തേഴാമത്തെ പേജ്. 77 187 178. يا أيها الذين آمنوا كتب عليكم القصاص في القتلى. കൊലപാതകത്തിൽ എന്തുണ്ട്? ഖിസാസ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടെന്ന് പറഞ്ഞു. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസ ബിൽ ഉൻസ. എന്നിട്ട് പറയുന്നത് ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ. ഈ കാത്തിലിന് അത് ഫമൻ ഉഫിയ എന്ന് പറഞ്ഞ ആരാണ്? കാത്തിലാണ്. കാത്തിലിനല്ലേ മാപ്പിട്ടുണ്ട്. അഫ് കിട്ടപ്പെട്ടു. മിൻ അഖീഹി എന്ന് പറഞ്ഞാല് കൊല്ലപ്പെട്ടവന്റെ ഭാഗത്തുണ്ട്. ഷൈഉൻ എന്തെങ്കിലും ഒരു അഫബ് കിട്ടിയാൽ ഫത്തിബാഉ ബിൽ മഅറൂഫ് വഅദാഉനിൽ ഹിമിസാൻ. നമ്മൾ ദിയത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, പിടിക്കലുണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്താക്കി? കൊല്ലപ്പെട്ട ആളെ അഖ് എന്ന് അവിടെ വിളിച്ചിട്ടുണ്ട്. സഹോദരൻ എന്ന് പറഞ്ഞാൽ ഇവന്റെ നെസബിലുള്ള സഹോദരൻ അല്ലല്ലോ ഇവിടെ. അപ്പൊ പിന്നെന്താണ്? ദീനിലുള്ള സഹോദരൻ. അപ്പൊ ദീനിന്റെ ബന്ധം മുറിഞ്ഞിട്ടില്ല, കാത്തുനിന്ന് വെക്കുന്ന പോയിട്ടില്ല എന്നാണ് അഹ്ലുസുന്നത്ത് പിടിച്ചത്. അഖിന്റെ പ്രയോഗം. അപ്പം കബായത് കൊണ്ട് കാഫറായിട്ടില്ല. അപ്പം പിന്നെ ഇതിന്റെ ലാഹിർ എന്താക്കണം? വിചാരണം ഇത് ഒരു നല്ല കാര്യമാണ് നോലെന്നാക്കി ചെയ്തുകൊണ്ട് നയാത്തങ്ങൾ പൂർത്തിയാക്കുന്നില്ല, കണ്ടു വെച്ചിട്ട്. അഹെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഈ പറഞ്ഞ ആയത്തിന് എന്താക്കും? തഹ്ബീൽ കൊടുക്കും. അതിനെ മുസ്തഹില് ഇത് ഹലാലാന്ന് വിചാരിച്ചത് നല്ല കാര്യമാണ്, ഈ കൊടുക്കും കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചെങ്കിൽ എന്തായി? ഇസ്തിഹ്ലാല് കൊണ്ട് കുഫ്ർ വന്നു. അതുകൊണ്ടാണ് ഖുലൂദുൻ നാർ. ഇനി പറയാം
അപ്പൊ മുസ്ലിയാർ മദ്ഹബ് വിളിക്കുന്നു വഅലം അന്നൽ ഇബ്റത ബിഉമൂമിൽ ലഫ്ളി ലഫ്ളിന്റെ ഉമൂമ് കൊണ്ടാണ് പരിഗണന ദൂന ഖുസൂസി സബബി സബബിന്റെ ഖുസൂസ് നോക്കൂല അതെല്ലാം പറയും അവിടെ പറയണം ഖിലാഫൽ മുസ്ലിയാർ ഒരു മുസ്ലിയാരുടെ മദ്ഹബിനെ എതിരേറ്റ് അല്ല ഇനി ഇവിടെ മൂപ്പർ ഈ ആയത്തിനൊരു തഹ്ബീർ കൊടുക്കുന്നു ഇത് വൽകലാമു ഫീ കുഫ്രി മൻ ഇസ്തഹല്ല ദമൽ മുഅ്മിനി ഒരു മുഅ്മിനിന്റെ ദമ് ഹലാലാണ് എന്ന് മനസ്സിലാക്കിയവരാണ് അതിന്റെ കുഫറിൽ ബഖലൂദിഹി ഫിന്നാർ ഹഖീഖത്ത് അത് ഹഖീഖത്ത് തന്നെ കാരണം ഹലാലാക്കിയില്ലേ വഅമ്മൽ മുഅ്മിനു ഇദാ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ ഒരു മുഅ്മിനായ മനുഷ്യനെ മുതഅമ്മിദ കൊന്നാൽ ഗൈറ മുസ്തഹില്ലിൽ ഖത്ലി ഖത്ലിനെ ഹലാലാക്കുന്നില്ല എന്നാ ഫലാ യക്ഫുർ ബിദാലിക അതുകൊണ്ട് കാഫിർ ആവൂല ശരിയല്ലേ വലാ യഖ്റുജു മിനൽ ഈമാൻ ഈമാൻ എന്ന് പുറത്തും പോവില്ല പെട്ടെന്നാണ് വലിയൊരു കബീറത്ത് ചെയ്തു എന്നായി സബഅൽ മുബിഖാത്തിൽപ്പെട്ട 7 കബീറത്തിൽ ചെയ്തു ലിഅന്നൽ കുഫ്റ അഅലമു മിൻ ഹാദൽ ഖത്ൽ ഈ ഖത്ലിനേക്കാൾ വലുതാണ് കുഫ്ർ കുഫറിന്റെ താഴെയാണ് അപ്പൊ ഫൈദാ ഖുബിലത്തി തൗബത്തുൽ കാഫിർ കാഫിറിന്റെ തൗബ സ്വീകരിക്കപ്പെടുമെങ്കിൽ ഫതൗബത്തു ഹാദൽ ഖാതിലി ഔലാ ബിൽ ഖബൂൽ ഖബൂൽ കൊണ്ട് ഇവന്റെ തൗബ സ്വീകരിക്കപ്പെടേണ്ടതല്ലേ അപ്പൊ വഇമ്മാത ബിലാ തൗബത്തിൻ അങ്ങനെ തൗബ ഇല്ലാതെ കണ്ടാൽ മരിച്ചതാണെങ്കിൽ ഫഅംറുഹു ഇലല്ലാഹ് അല്ലാഹു തആല അവന്റെ കാര്യം തീരുമാനിക്കട്ടെ നമുക്ക് വിധി പറയാൻ കഴിയില്ല ഇൻശാഅ ഗഫറ ലഹു വഅർദാ ഖസ്മഹു അല്ലാഹു തആല ഉദ്ദേശിച്ചെങ്കിൽ അവന് പുറത്തു കൊടുക്കും എന്നിട്ട് ഖസ്മിനെ ബന്ധപ്പെടും അല്ലാഹു ചെയ്യും വഇൻശാഅ അദബഹു അലാ ഫിഅലിഹി അവന്റെ ഫിഅലിനെ കൊണ്ട് എന്താക്കും ചിലപ്പോൾ ശിക്ഷിക്കും ثم يخرجه بعد ذلك അതിനുശേഷം അവനെ പുറപ്പെടുവിക്കും ഇലൽ ജന്നത്തിൽ ലത്തി വഅദഹു അവന് വാഗ്ദാനം ചെയ്ത ജന്നത്തിലേക്ക് എന്തിനാ വാഗ്ദാനം ഈമാനി മുഅ്മിനായതുകൊണ്ട് അപ്പൊ ഖുലൂദ് പോയില്ലെന്നല്ലേ ഇത് അന്നല്ലാഹു തആല ലാ യുഖ്ലിഫുൽ മിയാദ് എന്ന് വെച്ചാൽ അല്ലാഹു തആലക്കൊന്നും വുജൂബ് ഉണ്ടായിട്ടല്ല മിയാദ് അല്ലാഹു പഠിക്കൂല നോക്കുക ഫൽ മുറാദു ബിൽ ഖുലൂദി അപ്പോൾ ഇവന്റെ വിഷയത്തിലുള്ള ഖുലൂദ് നടത്തേണ്ട ദീർഘകാലം എന്നാണ് ഫിഹൽ മഖ്സൂദ് തവീലു തവീലായ കാലതാമസം എന്നാണ് ലദ്ദവാമ ദായിമയായിട്ട് പുറത്തേക്കൂല തവീൽ കൊടുക്കണം അപ്പം എന്താ അപ്പുറത്താകത്ത് ഇപ്പുറത്താകത്ത് എല്ലാം കൂടെ ജോയിന്റ് ആക്കി മഅന്ന ഹാദാ ഇഖ്ബാറു മിൻഹു തആല ബിഅന്ന ജസാഅഹു ദാലിക ഇവന് കൊടുക്കേണ്ട ശിക്ഷ ഇതാണ് എന്നാ പറഞ്ഞു ഇത് തന്നെ കൊടുക്കണം എന്നില്ല അതാ ലാ ബിഅന്നഹു ജസീഹി ബിദാലിക ഇതുകൊണ്ട് ജസാ കൊടുക്കും എന്നിവിടെ പറഞ്ഞിട്ടില്ല ഫജസാഉഹു ജഹന്നം അവന് കിട്ടേണ്ടത് ജഹന്നമാണ് കൈഫ ലാ വഖദ് ഖാല അല്ലാഹു തആല വജസാഉ സയ്യിഅത്തുൻ മിസ്ലുഹാ കണ്ടാ ഇഖ്ബാർ പറഞ്ഞതുകൊണ്ട് എല്ലാം നടപ്പിൽ എത്തിക്കൊള്ളുന്നില്ല അതാ ولو كان هذا إخبارا بأنه تعالى يجزي كل سيئة مثلها لعارضه قوله وعفوا عن كثير ഒരു സയ്യത്തിന് ജസാ കൊടുക്കേണ്ടത് തുല്യമായ സയ്യത്താണ് എന്ന് പറയുമ്പോ പിന്നെ മാപ്പാക്കലാടില്ലല്ലോ എല്ലാത്തിനും പിടിക്കൂലേ അപ്പൊ വയഹു അൻ കസീർ എന്നപ്പുറമുണ്ട് ധാരാളം അത് പൊരുത്തപ്പെടുന്നുണ്ട് ശിക്ഷിക്കാതെ കണ്ട് അത് പരസ്പരം എതിരില്ല അപ്പൊ വഖദ് യകൂനുൽ ഇൻസാനു ലിമൻ യസ്ദറുഹു അൻദൻ ഇൻ ഫഅൽതഹു ഫജസാഉകൽ ഖത്ലു വല്ലർബു ഒരു മനുഷ്യനെ സംഗതി വിരോധിക്കുന്ന അവസരത്തിൽ പറയും നീ ഇത് ചെയ്താൽ നിനക്ക് കിട്ടേണ്ട പ്രതിഫലം ഖത്ലുൽ ലർബാണെന്ന് പറഞ്ഞു അല്ലേ സുമ്മ ഇല്ലം യുജാദിഹി ബിദാലിക ലം യകുൻ ദാലിക മിൻഹു കദിബൻ അതല്ല ചെയ്താക്ക് ഈ ഖത്ലോ ലർബോ കൊടുത്തില്ല നോക്കാം എന്നാൽ അത് കദിബല്ല കദിബ് وهذا التشديد والتغليظ لا يتعلق بالقاتل التائب ഈ പറയപ്പെട്ട തശ്ദീദും തഗ്ലീദും ഏതൊക്കെ തശ്ദീദ് വനിക്ക് കൊടുക്കേണ്ടത് ജഹന്നമാണ് ഖാലിദൻ ഫീഹിയാണ് അല്ലാഹുവിന്റെ ഗളബുണ്ട് ലാനത്തുമുണ്ട് അവനോട് എത്തിക്കഴിഞ്ഞാൽ അദാബുൻ അലീമുണ്ടെന്നൊക്കെ തശ്ദീദ് ആ കൊലപാതകത്തിന്റെ ഗൗരവം സൂചിപ്പിക്കലാണ് അത് വല്ലം അവന് സംഭവിച്ചോളുന്നില്ല കാത്തിരത്തായി ഇത് തായ്പായ കാത്തിലിനോട് വെറും കാത്തിലല്ല
വലാ ബിമൻ ഖതല അംദൻ ബിഹഖിൻ, അതുപോലെ ഹഖ്വൻ പ്രകാരം കൊന്നു നോക്കാം. ഖിസാസിന്റെ പകരമായി കൊന്ന് അല്ലെങ്കിൽ നിസ്കാരം വെച്ചാൽ കൊല്ലല് ഹദ്ദിലും കൊലയില്ലേ, അവിടത്തേക്കൊന്നും ഇത് ബാധകല്ല. കമാ ഫിൽ ഖിസാസ്, ഖിസാസിൽ എങ്ങനെയാണല്ലോ ഉള്ളത്. ബൽ യതഅല്ലഖു ബിമൻ ലം യതുബ്, തൗബ ചെയ്യാത്താക്ക് ഇത് ബാധകമാണ്. വബിമൻ ഖതല ദുൽമൻ വഉദ്വാനൻ, അക്രമമായിട്ടും ശത്രുത കൊണ്ടെന്താക്കി കൊന്നാലും അവനെന്താക്കി ഇത് ബാധകമാണ്. വഫിൽ ഹദീസി ലസവാലു ദുനിയ അഹ്വനു അലല്ലാഹി മിൻ ഖത്ലി റജുലിൻ മുസ്ലിമിൻ, ദുനിയാവ് മുഴുവനും തന്നെ പോവുക എന്നുള്ളത് അള്ളാഹിനടുക്കൽ നിസ്സാരമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ കൊല്ലുന്നത് ഞാൻ കാണാം, അത്രയും ഗൗരവമാണ്. അൽ ഹദീസ് അഖ്റജഹു തിർമിദി. വബറദായിൻ മൻ അആന അലാ ഖത്ലി മുസ്ലിമിൻ ബിസത്രി കലിമത്തിൻ, ഒരു മുസ്ലിമിനെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ സഹായിച്ച് ഒരു കലിമത്തിന്റെ ഒരു ഭാഗമാണെങ്കിലും ജാഅ യൗമൽ ഖിയാമത്തി മക്തൂബുൻ അലാ ഐനൈഹി, അവന്റെ രണ്ട് കണ്ണിന്റെ ഇടയിൽ എഴുതപ്പെട്ടതായിട്ട് വരും ആയിസും മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് നിരാശപ്പെട്ടവനാണ് ഇവൻ, എനിക്ക് റഹ്മത്തില്ല. അഖ്റജഹു ഇബ്നു മാജ. അപ്പോൾ രണ്ടാം പ്രതിയായി. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال أتدرون من المفلس, മുഫ്ലിസ് എന്ന് പറഞ്ഞ ആള് ആരാണെന്നറിയോ? ഖാലു അൽ മുഫ്ലിസു ഫീനാ മൻ ലാ ദിർഹമ ലഹു വലാ മതാഅ്, ഒരു ദിർഹമുല്ല, പൈസ കിട്ടുന്ന ഒരു മതാഅ് ഇല്ലാത്ത ആളാണ് മുഫ്ലിസ്, കൈവലഞ്ഞാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് സാമ്പത്തികമായ മുഫ്ലിസാണ്. യഥാർത്ഥത്തിൽ മുഫ്ലിസ ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഫ്ലിസാരെന്നറിയോ? മൻ യഅതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരും ബിസ്വലാത്തിൻ, കുറെ നമസ്കാരമുണ്ട്, വസക്കാത്തുണ്ട്, വസിയാം, പലതുണ്ട്. വയഅതി, അതാ വരുന്നു, ഖദ് ശതമ ഹാദാ, ഇവൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഒരാൾ വരുന്നു. വഖദഫ ഹാദാ, മറ്റൊരാൾക്ക് കദഫ് പറഞ്ഞിട്ടുണ്ട്. വഅകല മാല ഹാദാ, ഇവന്റെ മുതല് പിടിച്ചു തിന്നിട്ടുണ്ട്. വസഫക ദമ ഹാദാ, ഇവന്റെ ചോര ഒലിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതികൾ അതാ വരുന്നു. വളറബ ഹാദാ ഫയവത ഹാദാ മിൻ ഹസനാതി, ഇവൻ ചെയ്ത നമസ്കാരം സക്കാത്ത് സിയാം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് എടുത്തിട്ട് എന്താക്കി മറ്റൊരു കൊടുത്തു. വഹാദാ മിൻ ഹസനാതി, ഓരോരുത്തരും. ഫൈൻ ഫനിയത്ത് ഹസനാതുഹു, ഇവന്റെ ഹസനാത്ത് എല്ലാം തീർന്ന പിന്നെ എന്താകും? കമലങ്ങളായി മാലി, ഇവന്റെ മേൽ കടമപ്പെട്ടത് വീട്ടുന്നതിന് മുമ്പായിട്ട്. ആഖദ മിൻ ഖതായാഹും, ആ എതിരക്ഷിയുണ്ടല്ലോ അവരുടെ ഖതായെല്ലാം എടുത്തിട്ട് ഫതുരിഹത അലൈഹി, ഇവന്റെ മേൽ വിട്ടുകൊടുക്കും. സുമ്മ തുരിഹ ഫിന്നാ, പിന്നെ നരകത്തിലേക്കാണ് തള്ളല്. ഇനി അറിയണം, അന്നൽ മഖ്തൂല ഇദ തസ്തമിൽഹുൽ വലിയു, ഈ മഖ്തൂലുണ്ടല്ലോ അവനിക്ക് വേണ്ടിയിട്ട് വലിയ, ഇത് ഇവന്റെ വലിയ ഖിസാസ് എടുത്ത ഫദാലിക ജസാഉ ഫിദ് ദുനിയ, ദുനിയാവിലുള്ള ജസാ തീർന്നു, ഓനൊന്നും ചെയ്യാൻ കഴിയില്ല. വഫീമാ ബൈനൽ ഖാതിലി വൽ മഖ്തൂലി, ഖാതിലിന്റെയും മഖ്തൂലിന്റെയും ഇടയിലുള്ള ഒന്നിൽ അല്ലാഹു തആല ബാഖിയത്തുൻ ഫിൽ ആഖിറ, ആഖിറത്തിൽ ഇടവാക്കിയാണ്. അതുകൊണ്ട് അന്നൽ വലിയ വൈൻ ഖതലഹു, വലിയ കൊന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്റെ കുറ്റം പോകില്ല. എന്തുകൊണ്ട്? അവന്റെ നഫ്സിന്റെ അവകാശം എടുത്തു എന്നേയുള്ളൂ, ലിത്തശഫി, അവന്റെ പക തീർക്കാൻ. അതുപോലെ അവന്റെ കോപം തണുപ്പിക്കാൻ. മഖ്തൂലിന് ഈ ഖിസാസോടെ നമുക്ക് മൻഫഅത്ത് കിട്ടിയത്. അത് വലിയുണ്ടല്ലോ, അത് മൂന്ന് കാര്യം ചെയ്യാം. ഫിൽ ഖത്ലി അംദി, അംദൻ ഖത്ലില് ഖിസാസ്, ഖതായില് ഖിസാസ് പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നൊക്കെ ഖിസാസ് ബദ്ദിയ വല്ലഖു, ഒന്നെങ്കിൽ ഖിസാസ് എടുക്കാം, അല്ലെങ്കിൽ ദിയത്ത് വാങ്ങിയിട്ട് മതിയാക്കാം, അല്ലെങ്കിലോ അഖുവും ചെയ്യാം. ലിഅന്ന ഫീ ശറഇ വദാലിക ലിഅന്ന ഫീ ശറഇ മൂസാ അലൈഹിസ്സലാം അൽ ഖിസാസ് മാത്രമേ ഉള്ളൂ. ബഹുൽ ഖത്ലു ഫഖത്ത്. വഫീ ദീനി ഈസാ അലൈഹിസ്സലാമിൽ അൽ അഖ്ലു അവൽ അഖു ഫഹസ്ബു, അബ്ദുല്ല ഖത്ലില്ല. മൂന്ന് മൂസാ അലൈഹിസ്സലാം തൗറാത്താണല്ലോ, ഈസാ അലൈഹിസ്സലാമിന് ഇൻജീൽ. വഫീ മില്ലത്തിനാ അൽ ഖിസാസു വദ്ദിയത്തു, ഖിസാസുണ്ട് ദിയത്തുണ്ട്. വലി തകർറുമിൽ അഖു, അതാ ഒരു
തക്കറുമിന് വേണ്ടി അപ്പൊ 3 എണ്ണം വെച്ച് ബഹു അഫ്ളലു അഫ്വാണ് അഫ്ളൽ. അപ്പൊ അതിലെന്തായി ശരീഅത്തും വന്നു തരീഖത്തും വന്നു. ഏത് തരീഖത്ത്? തരീഖത്തോ കല്യ തരീഖത്തോ അല്ല ടെൻഫോഞ്ഞ തരീഖത്തോ? ആഖിലെ നീത്ത് കൊടുക്കല് നമുക്ക് അസലില്ല. നമ്മളെ ദീനിൽ 3 എണ്ണം വെച്ചിട്ടുണ്ട്. അത് മുഹയ്യദാണ്. ഒരു മസാലയും കൂടെ നോക്കി നമുക്ക് പോകും. ഒരു ദിവസം ആവശ്യം 2 മുടങ്ങിപ്പോയല്ലേ, ഏകദേശം കുട്ടിത്തന്നെ ശരിയാവും. ആണ് ചൂടുണ്ടാവും ചേട്ടാ. ഇപ്പൊ ഒരു കുറച്ച് കൂറ്റടിച്ചു. നമ്മുടെ എഗ്രിമെന്റ് ഈസാക്കൊന്നും ഇപ്പം ഇല്ല. يا أيها الذين آمنوا إذا ضربتم في سبيل الله فتبينوا ولا تقولوا لمن ألقى إليكم السلام لست مؤمنا تبتغون عرض الحياة الدنيا. ഇതിൽ സംഭവത്തിലേക്ക് ഇഷാറത്താണ്. മുഅ്മിനീങ്ങളോട് നിർദ്ദേശം, നിങ്ങളൊരാളുമായിട്ട് ഇടവരുമ്പോ എന്താക്കും? അവർ മുസ്ലിമാണോ മുസ്ലിമല്ലേ എന്ന് ഉറപ്പ് വരാതെ കണ്ട് ഒരു വിധി നടപ്പിലാക്കാൻ പാടില്ല. അങ്ങനെ ഒരു ചെറിയൊരു അബദ്ധം പറ്റിയതിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു. ഹദീസില്ലേ ഷഹാദത്തുൽ ചൊല്ലിച്ചും ഒന്ന് കളഞ്ഞു. അപ്പൊ ഓമ്പർ പറഞ്ഞത് ബാള് പേടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞു. അല്ലേ തങ്ങൾ ദിവസം പിടിച്ച് ചോദിച്ചാൽ നീ കൽബ് കീറി നോക്കി അങ്ങനെ പറയാൻ. അതെ, ആ സംഭവത്തിലേക്ക് സൂചന. يا أيها الذين آمنوا أذا نزلت الآية في شأن مرضاة من النهيك قالت أسلم. ഓർ മുസ്ലിമായിരുന്നു. വലം യുസ്ലിം മിൻ ഖൗമിഹി ഗൈറുഹു. അവരുടെ കൗമിൽ നിന്ന് മൂപ്പറല്ലാതെ ആരും മുസ്ലിം ആയിട്ടില്ല. ഈ മർദാസ് അല്ലാതെ. വകാന അലൈഹിസ്സലാം ആയിരുന്നു ഭാഷ ശരീഅത്തൻ ഇലാ ഖൗമിഹി. ഈ മർദാസ് എന്ന് പറഞ്ഞ ആളെ കൗമിലേക്ക് ഒരു ശരീഅത്തിനെ അയച്ചു. ഫലമ്മ വസലത്ത് ശരീഅത്തു ഇലൈഹിം. ശരീഅത്ത് അവിടെ എത്തലോടുകൂടി ഹറമു. ആ നാട്ടുകാരെല്ലാം ഓടിക്കളിക്കും. അപ്പൊ ബാക്കി മിർദാസ് അവിടെ ബാക്കി മഅഹും അവരുടെ കൂട്ടത്തിൽ. വകാന ഫീ സഫീ ജബലിൻ. ഒരു മലന്റെ മുകളിലായിരുന്നു. വമഹു ഗനമ. കൂടെ ആടുണ്ട്. ഫനസല ഇലൈഹിം. അങ്ങനെ ഓർമ്മാക്കി ഇറങ്ങി വന്നു. വഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞു. അപ്പൊ പിന്നെ ഇവർ മുസ്ലിമാണെന്ന് അല്ലാഹു നമുക്ക് ഉറപ്പിച്ചില്ലേ. ഫഖാതല ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുമാ. രണ്ടും അതെ. വസാക ഗനമഹു. ഗനമിനെ എന്താക്കി തെളിച്ചു. ഫഅഖ്ബറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളോട് പോയിട്ട് ബിദാലിക ഈ വിഷയം പറഞ്ഞു. മർദാസ മാത്രം, ബാക്കി നാട്ടുകാരും ഇല്ല. അപ്പൊ ഫവജദൻ ശദീദ. തങ്ങൾക്ക് ഭയങ്കരമായ മനപ്രയാസമുണ്ടായി. വഖാല ഖതൽതുമൂഹു വഹുവ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പറഞ്ഞിരിക്കവേ നീ കൊല്ലുക ഒന്നോ. ഫഖാല ഉസാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇന്നഹു ഖാലഹാ ബിലിസാനി ദൂന ഖൽബിഹി. ലിസാൻ കൊണ്ട് മാത്രം പറഞ്ഞതാണ്, കൽബിൽ ഇല്ല എന്നും പറഞ്ഞു. ഫഖാല അലൈഹിസ്സലാം ഹല്ലാ ശഖഖത അൻ ഖൽബി. കൽബ് മുറിച്ചു നോക്കിയിരുന്നു. കൽബിൽ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ താങ്കൾക്ക് ഭയങ്കര ദേഷ്യം വന്നു. സുമ്മ ഖറഅ അലാ ഉസാമ. എന്നിട്ട് ഈ ആയത്ത് ഉസാമത്തിന് ഓതി. ഇത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ളറബ്തും ഫീ സബീലില്ലാഹ്. സരിയ പോയതല്ലേ. ഫതബയ്യനൂ.
ഒരു കാര്യം നല്ല ഉറപ്പ് വരുത്തണം, എന്നിട്ട് തീരുമാനിക്കാൻ പാടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊരു ഹത്ത വെച്ചിട്ടുണ്ട്. فقال يا رسول الله استغفر لي, എനിക്ക് ഇസ്തിഗ്ഫാർ ചൊല്ലണം എന്ന് പറഞ്ഞു. തങ്ങൾ പുറത്തു തന്നെ ഒന്നല്ല ഈ പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് പൊറുക്കാനുള്ള അധികാരമുണ്ട്. കാരണം ആദമീന്റെ ഹക്ക് സാധാരണ വ്യക്തികളോട് ആദമീന്റെ ഹക്ക് ചിലരോട് ബാധിക്കും, ചില ബാധിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഖാലഫത്ത് വന്നാൽ എല്ലാത്തിനും ആദമീന്റെ ഹക്ക് ബാധിക്കുന്ന. അതെ, ആദമീന്റെ ഹക്കിന് ആദമ വിളിച്ചണ്ടേ. ഞാൻ നിന്റെ ഗീബത്ത് പറഞ്ഞു, അതിനെ പൊരുത്താക്കണേന്ന് പറയുന്നില്ലേ, എന്നുള്ള ആദമീന്റെ ഹക്കാണ്. പിന്നെ എടുത്തി അപ്പൊ തങ്ങളെ ആ വ്യക്തി ചെല്ലിയ മിർദാസ് ചെല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താക്കുന്നു. ഖാല ഉസാമ പറഞ്ഞു, ഫമാസാല സല്ലല്ലാഹു അലൈഹി വസല്ലം യുഈദുഹു, അതിങ്ങനെ മടക്കി മടക്കി ചോദിക്കുകയെന്ന്. ഹത്താ ബദിത്തു അല്ലം അകുൻ അസ്ലംതു ഇല്ലാ യൗമൈദിൻ, അതിന്റെ മുമ്പ് ഞാൻ മുസ്ലിമായിട്ട് അന്ന് മുസ്ലിമായ തിരക്കുള്ള തോന്നിപ്പോയി. അതുകൊണ്ട് മുസ്ലിമാരോടുകൂടി യജീബമാക്കാന കബുലഹു എന്നല്ലേ പറഞ്ഞു, മുമ്പ് നടന്നാലും അലി. പിന്നെന്താക്കി, തങ്ങളൊന്ന് പേടിപ്പിച്ചതിന് ശേഷം ഇസ്തിഗ്ഫാർ ചൊല്ലി വാമറ ബിദൽ റദ്ദിൽ, അങ്ങനെ ആട് മടക്കി കൊടുക്കാനും പറഞ്ഞു. വതഹദീറു റഖബത്തി മുഅ്മിന, ഖതാഇന്റെ കഫാറത്തുണ്ട്. ഒന്നാമത്തെ അതാ പറയുന്നത്, ഇദാ ളറബതും ഫീ സബീലില്ലാഹി ഐ സാഫർതും വദഹബതും ലിൽ ഗസ്ബി, ഗസ്ബിന് വേണ്ടി പോയെന്ന്. ഫതബയ്യനു തുലബു ബയാനൽ അംരി ഫീ കുല്ലി മാ തഅതൂന വമാ തദറൂന, നിങ്ങൾ പ്രവർത്തിക്കുന്നതാവട്ടെ നിങ്ങൾ ഒഴിവാക്കുന്നതാവട്ടെ ഏതൊരു കാര്യത്തിലും നിജസ്ഥിതി എന്താകണം, വ്യക്തമാക്കണം. എന്തിനു ചെയ്തു എന്തിനു ചെയ്തില്ല എന്നുള്ളത്. വലാ തുഅജ്ജിലു ഫീഹി ബിഗൈരി തദബ്ബുരിൻ വറവിയ്യത്തിൻ, ബുദ്ധിപൂർവ്വമുള്ള ആലോചനയോ തദബ്ബുറും ഇല്ലാതെ ഒന്നിനും തിരക്കൂട്ടാൻ പാടില്ല. ഇവിടെ ഖത്ത് വെച്ചിപ്പോയല്ലോ. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാം, നിങ്ങളിലേക്ക് സലാം അവതരിപ്പിച്ച ആളോട് പറയരുത് ലസ്ത മോമിന, നീ മോമിനായിട്ടില്ല, എന്നെ കണ്ടേന് പറഞ്ഞാന്നൊന്നും പറയാൻ പറ്റില്ല. ലിമൻ ഹയ്യാക്കും ബിതഹിയ്യത്തിൽ ഇസ്ലാമി, അത് അസ്സലാമു അലൈക്കും പറഞ്ഞു. ഐ ബൽ ഇഖ്ബലൂ മിൻഹു മാ അദ്ഹറഹു, അവൻ ലാഹിറാക്കിയ ഒന്ന് നിങ്ങൾ സ്വീകരിക്കുക. വആമിലൂഹു ബിമൂജബിഹി, അതിന്റെ മൂജബ് അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. ആമിലൂ നമ്പർ ഇത്, അതെ അള്ളാഹിനെ വിട്ടേക്കണം, അപ്പുറം ചെയ്യാൻ പാടില്ല. ജൽദി എന്ത് പറയണമെന്നെല്ലാം കഴിഞ്ഞ ആഴ്ച ഓതിയില്ലേ. തബ്തഗൂന അർളൽ ഹയാത്തിദ് ദുനിയാ ഐ ലാ തഖൂലൂ ലഹു ദാലിക ലസ്ത മുഅ്മിനാന്ന്, നിങ്ങൾ ദുനിയാവ് ആഗ്രഹിച്ചുകൊണ്ട് പറയാൻ പാടില്ല. കാരണം ലസ്ത മുഅ്മിനാന്ന് പറഞ്ഞാൽ എന്താക്കും, ഗനീമത്തിൽ എടുക്കാം. അത് ഹാല കൗനിക്കും താലിബീന ലിമാലിഹി അല്ലദീ ഹുവ ഹുതാമുൻ, അത് ഒരു ചരക്കുണ്ട് ഇവിടെ ആട്, ആ ചരക്കാണെങ്കിലോ ശരീഉൻ നഫാദ്, എളുപ്പത്തിൽ തീർന്നു പോകുന്നത്. ദുന്യാവിന്റെ അറളേതാണ്, തബ്തഗൂന അറളൽ ഹയാത്തി ദുന്യ എന്ന് പറഞ്ഞില്ലേ, അത് മാ യതമത്തഉ ബിഹി ഫീഹ, ദുന്യാവില് മനുഷ്യന് ആസ്വദിക്കാനും സുഖിക്കാനും ആവശ്യമായ കാര്യങ്ങൾക്ക് അറളുദ്ദുന്യാണ്. തസ്മിയത്തുഹു അറളൻ, അപ്പൊ ഇതിന് അറള് എന്നതിനാ പേര്. അറളിന്റെ സ്വഭാവം എന്താ, ഒരിക്കലുണ്ടാവില്ല, മിങ്ങുന്നില്ലേ. തംബീഹുൻ അലാ അന്നഹു സരീഉൽ ഫനാഇ ഖരീബുൽ ഇൻഖിദാൽ, എളുപ്പത്തിൽ അത് പിരിഞ്ഞു പോകും, അത് നശിച്ചു പോകും എന്നറിയിക്കാനാണ് അറള്. അത് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ മുഅ്മിനല്ല എന്ന് പറഞ്ഞിട്ട് അവരെ അതനുസരിച്ച് പെരുമാറാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മഗാനിമു കസീറ, ധാരാളം ഗനീമത്ത് അള്ളാഹെടുക്കലുണ്ട്. യുഗനീക്കും മൻ ഖത്തിൽ അംസാലിഹി ലിമാലിഹി, ഒരാളുടെ മുതല് കിട്ടാൻ വേണ്ടിയിട്ട് അവിടുന്ന് കൊല്ലേണ്ട ആവശ്യമില്ല. വഹുവ തംബീഹുൻ അലാ അന്ന സബാബല്ലാഹി തആല മൗസൂഫുൻ ബിദ്ദവാമി വൽ ബഖാ. അപ്പോൾ ഇവിടെ ദുന്യവിന്റെ ചരക്കിന് അറള് എന്ന് പറഞ്ഞ അവസരത്തിൽ ഇവിടെ തിരിച്ചു പറയുമ്പോൾ അള്ളാഹിന്റെ അടുക്കലുള്ളത് ദവാമും ബഖാവും ഉണ്ട് എന്നറിയിക്കും.
പിന്നെ മഫ്ഹൂമെടുത്ത കദാലിക മിസ്ല ദാലികല്ലദീ അൽഖാ ഇലൈകുമുസ് സലാമ, സലാമിനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട വ്യക്തിയില്ലേ നമ്മുടെ ചരിത്രത്തിലാണ് മർദാസ്, അവലെ പോലത്തെ ഒരാളായിരുന്നല്ലോ നിങ്ങളും ഒരു കാലത്ത്. കുന്തും ഐലൻ മീൻ കബലു എന്ന് പറഞ്ഞാൽ ഈ മബാദി ഇസ്ലാമിക്കും, നിങ്ങൾ ഇസ്ലാമിന്റെ മുമ്പ് ഈ മർദാസിനെ പോലത്തെ ഒരാളല്ലേ നിങ്ങൾ. എന്നാ നിങ്ങളോടും പറയണ്ടേ ലസമുമിന. അപ്പൊ ഫമന്നല്ലാഹു അലൈക്കും, നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ മിന്നത്ത് ചെയ്ത്. അതെങ്ങനെ? ബിഅൻ ഖബില മിൻകും തിൽകൽ മർതബ വഅസ്മ ബിഹാ ദിമാഅക്കും വഅംവാലക്കും. ആ മർതബ നേതാ നാവ് കൊണ്ട് മാത്രം പറയുന്ന മർതബ കൊണ്ട് അമ്മ വിട്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അംഗീകാരം കിട്ടിയില്ലേ? എന്നിട്ടോ നിങ്ങളെ ദമ്മിനെയും നിങ്ങളെ മാലിനെയും അല്ലാഹു തആല അതുമുഖേന കാത്ത്. വലം യഉമർ ബിത്തഫഹുസി അൻ ശറാരിക്കും, രഹസ്യത്തിലേക്ക് കയറി നോക്കാനൊന്നും കൽപ്പിച്ചിട്ടില്ലല്ലോ. ഇത് ഓരോട് മാത്രമല്ല പറയുന്നത്. വീണ്ടും പറയുന്ന, അതുകൊണ്ട് നിങ്ങൾ എന്താക്കണം, സംഗതിയുടെ നിജസ്ഥിതി തീരുമാനിക്കണം. അൽ പാവ് ഫസീഹത്ത്. എന്താ ഫസീഹത്ത്? ഇദാകാനൽ അംറു കദാലിക, കാര്യം ഇങ്ങനെയാകുമ്പോൾ ഫത്ലുബു ബയാന ഹാദൽ അംറിൽ ബയ്യിൻ, ഈ കാര്യത്തിന്റെ യഥാർത്ഥ നിജസ്ഥിതി നിങ്ങൾ വെളിവാക്കണം എന്ന് ഒന്നുകൂടെ ആവർത്തനം. അതാണ് പാവ്. വഖീസു ഹാലഹു ബിഹാലിക്കും, അദ്ദേഹത്തിന്റെ ഹാലിനെ നിങ്ങളുടെ ഹാലിനോട് ഖിയാസാക്കണം. വഫ്അലു ബിഹി മാ ഫുഇല ബിക്കും ഫി അവൈദി ഉമൂരിക്കും, നിങ്ങളുടെ തുടക്കത്തിൽ നിങ്ങളെ കൊണ്ട് എന്താണോ പ്രവർത്തിച്ചത് അതുപോലെ അദ്ദേഹത്തിനെ കൊണ്ട്. എന്താണത്? മീൻ കബുൽ ലാഹിലുൽ ഹാൽ, ലാഹിലുൽ ഹാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ കൽബ് കീറി നോക്കിയിട്ട് ഇതിനുള്ളിലുണ്ടോ എന്നും നോക്കലില്ല. ഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, മിനൽ അഅമാലിൽ ലാഹിറത്താവട്ടെ ഖഫിയ്യായ അമാലാവട്ടെ എല്ലാം അല്ലാഹു തആല ഖബീറാണ്. ഫയുജാസികും ബിഹസ്ബിഹാ, അതിനനുസരിച്ച് പ്രതിഫലം കിട്ടും. ഇൻ ഖൈറൻ ഫഖൈർ, നിങ്ങൾ ചെയ്തത് ഖൈറാണെങ്കിൽ ഖൈർ കിട്ടും. വഇൻ ശർറൻ ഫശർ. ഫലാ തതഹാഫതു ഫിൽ ഖത്ലി, ഖാതിലിൽ പെട്ടെന്ന് ചാടി വീഴാൻ പാടില്ല. വഹത്താതു ഫീഹി, അതിലെന്താക്കണം, ഇഹ്തിയാത്ത് പാലിക്കണം, വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഖാല അൽ ഇമാം അൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഖബീറിന്റെ മാനിയാണ്. ഇതിന് മുമ്പ് മഖ്സദുൽ അസ്നാലിക്കും പറഞ്ഞിട്ടുണ്ടായില്ലേ. അൽ ഖബീർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഹുവല്ലദീ ലാ തഅസ്സബു അൽ അഖ്ബാറുൽ ബാത്തിന, ബാത്തിനിയായ കാര്യങ്ങളൊന്നും അതിന് മറഞ്ഞു കിടക്കൂല എന്ന്. അപ്പൊ അലിമനാക്കാണ് കുറച്ചും കൂടി അഖസ്സായി. വലാ യജ്രി ഫിൽ മുൽക്കി വൽ മലകൂതി ശൈഉൻ, മുൽക്കിലാവട്ടെ മലക്കൂത്തിലാവട്ടെ, മുൽക്കുന്നുണ്ടെന്നാ മലക്കൂത്തിലും ഒന്നും നടക്കൂല. വലാ തതഹറകു ദർറത്തുൻ, ഒരാറ്റം പോലും അനങ്ങൂല. വലാ തസ്കുനു, അടങ്ങുകയുമില്ല. വലാ തൽതരിബു നഫസ് വലാ തത്മഇന്നു, ഒരു നഫ്സും ഇളകൂല, അതും സമാധാനിക്കില്ല. ഇല്ലാ വയകൂന ഇൻദഹു ഖബറുൻ, അല്ലാഹു തആല അതിന്റെ ഖബർ ഉണ്ടായിട്ടില്ലാതെ. അപ്പൊ ദൈവഹു ബിമാനൽ അലീം, അലീമിന്റെ മഅനാക്കായി. ലാകിനൽ ഇൽമു ഇദാ ഉളീഫ ഇലൽ ഖഫായൽ ബാത്തിനതി സുമ്മിയ ഖുബ്റത്തൻ, അലീമിന്റെ മഅനാക്കായില്ലേ. പക്ഷെ ഇൽമ് ബാത്തിനിയായ മറഞ്ഞു കിടക്കുന്ന കാര്യങ്ങളിലേക്ക് ഇളാഫത്ത് ചെയ്താൽ എന്താക്കും? ഖുബ്റത്ത് എന്ന് പറയും. വൈസമ്മ സാഹിബു ഖബീറൻ, സാഹിബിന്റെ പേരും കിട്ടും. മറഞ്ഞു കിടക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് ഖബീർ എന്ന് പറയും. അപ്പൊ അലീമും ഖബീർ ഏകദേശം സമം തന്നെ. വദല്ലത്തിൽ ആയത്തു, ആയത്ത് അറിയിച്ചിട്ടുണ്ട്, അലാ അന്നൽ മുജ്തഹിദ ഖദ് യുഖ്തിഉ, ഒരു മുജ്തഹിദിന് ഖതഅ പറ്റാം, എപ്പോഴത്തുള്ളതില്ല. ഇതുപോലെ കമാ അഖ്തഅ ഉസാമ ഖതഅ പറ്റിപ്പോയില്ലേ. വഅന്ന ഖതഅഹു ഖദ് കാന മുഗ്തഫറൻ, രണ്ടാമത്തെ നിന്ന് മുജ്തഹിദിനെ പറ്റുന്ന ഖതഅ മുഗ്തഫറാണ് എന്നും വന്നു. ഹൈസുലം നക്തസ്തമിൻ, അവിടെയാണ് അതുകൊണ്ടുള്ള ഖിസാസ് എടുക്കാനത്. അല അന്ന ദിക്റൽ ലിസാനി, മറ്റൊന്ന് അല അന്ന ദിക്റൽ ലിസാനി മുഅ്തബറുൻ, ലിസാനിയ ദിക്ർ പരിഗണിക്കപ്പെടും എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട്
അത് തങ്ങൾ അംഗീകാരം കൊടുത്തല്ലോ. മുഅ്മിന് അനിവാര്യമാണ് ലിസാനി മാത്രം പോരാ, ഖൽബിയിലേക്ക് ഉയരണം. പിന്നെ റൂഹിയ്യ ദിക്റിലേക്ക് ഉയരണം. പിന്നെ പടി ജഹിലിന്റെ ഇരുട്ടിൽ നിന്നവൻ മോചിതനാവണം. മാരിഫത്തിന്റെ നൂറ് കൊണ്ട് പ്രകാശം കിട്ടുകയും വേണം എന്നത് അടവക്ക.